പുടിൻ പറയുകയാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം അടിത്തറ, വാസ്തവത്തിൽ അദ്ദേഹം പറഞ്ഞാൽ ശരിയാണ്, അതിന്റെ എല്ലാം അടിത്തറ UN സെക്യൂരിറ്റി കൗൺസിൽ പാസാക്കിയ പ്രബന്ധം ഒരു ഇൻഡിപെൻഡന്റ് പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാത്തതാണ് ഇതിന്റെ എല്ലാം അടിത്തറ. ഇന്നലെയാണെന്ന് തോന്നുന്നു ഞാന് പുടിന്റെ പ്രസ്താവന അത് കേട്ടു. ഞാൻ കേട്ട് കുറെ നേരം നിന്നു. ഞാൻ ആ ടിവിയുടെ മുന്നിൽ ഇരിക്കാതെ നിന്നുകൊണ്ട് തന്നെ അത് ഞാൻ കേട്ടോണ്ട് നിന്നു. വീണ്ടും വീണ്ടും ഞാനത് ശ്രദ്ധിച്ചു. പുടിൻ പറയുകയാണ് പലസ്തീൻ രാഷ്ട്രമാകേണ്ടത് ഇറ്റ് ഈസ് എ നെസസിറ്റി, അതൊരു അത്യന്താപേക്ഷിതമാണ്. ആരായി പറയുന്ന? റഷ്യ പറയുകയാണ് പലസ്തീൻ ഒരു രാഷ്ട്രമായി തീരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഇവിടെ ഈ 9-ാം വാക്യത്തിൽ, 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങള് ദൈവം പറയുകയാണ് 2400 വർഷം മുമ്പ് പറഞ്ഞു വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങി ഈ സ്ഥലത്ത് വന്നോളാൻ പറഞ്ഞു. ഹോളി വാർ. എന്തിനാണത് ഹോളി വാർ? ദൈവജനത്തിൽ 2400 വർഷം മുമ്പ് ഇത് രേഖപ്പെടുത്തുമ്പോൾ ഇസ്ലാം ലോകത്തിലില്ല. ഇസ്ലാം ലോകത്തിൽ ഉടലെടുക്കുന്നത് ക്രിസ്തു വന്ന് ഏതാണ്ട് 630 വർഷം ആകുമ്പോഴാണ്. മുഹമ്മദ് മരിക്കുന്നത് AD 622 AD 622. മുഹമ്മദ് മരിച്ച ശേഷം നമുക്കറിയാം മെക്കയും മദീനയിലും ഒതുങ്ങി നിന്നു ഇസ്ലാം. എന്നാൽ അവിടെ നിന്ന് ഖാലിദ് ഇബ്ൻ വലീദ് എന്ന് പറയുന്ന ഒരു പ്രഗത്ഭനായ സൈന്യാധിപന്റെ നേതൃത്വത്തിൽ സൗദിയിൽ നിന്ന് പടയാളികൾ മുന്നോട്ട് വന്നു. സൗദിയിൽ നിന്ന് അന്ന് യെരുശലേമൊക്കെ ഭരിച്ചിരുന്നത് ക്രിസ്ത്യൻ ആർമിയാണ്. അതിന് പറയുന്ന പേര് ബൈസന്റൈൻ. റോമൻ സാമ്രാജ്യം 2ആയി പിരിഞ്ഞപ്പോൾ അതിലൊരു ഭാഗമാണ് ബൈസന്റൈൻ ആർമി ഭരിച്ചുകൊണ്ടിരിക്കുക. ഈ ബൈസന്റൈൻ ആർമിയെ പരാജയപ്പെടുത്തി ഖാലിദ് ഇബ്ൻ വലീദ്. അത് AD 635. AD 635 യെരുശലേം പിടിച്ചെടുത്തു. യെരുശലേം പിടിച്ചെടുത്ത് യെരുശലേം അവരുടെ വിശുദ്ധ ഭൂമിയായി പ്രഖ്യാപിച്ചു. ഇസ്ലാമിന്റെ വിശുദ്ധ ഭൂമിയായി പ്രഖ്യാപിക്കുന്നത് AD 635. വിശുദ്ധ ഭൂമിയായി പ്രഖ്യാപിച്ച ശേഷം യഹൂദന്റെ ദേവാലയം ഇടിച്ചു കളഞ്ഞില്ലേ AD 70 റോമാക്കാർ? അവിടെ ഒന്നുമില്ല. അവിടെ നിരപ്പായി കിടക്കുന്ന 35 ഏക്കറാണ്. അവിടെ AD 682 ഡോം ഓഫ് ദി റോക്കും, പാറയുടെ മുകളിൽ അവർ കരുതി ഇസ്ഹാക്ക്, അവർ പറയുന്ന പോലെ അവിടെയാണ് ഇസാക്കിനെ ബലി കഴിപ്പിച്ചതെന്ന് വിശ്വസിക്കുന്ന അവരുടെ വിശ്വാസത്തിൽ ഇസ്മായിലിനെ അവിടെ ഒരു റോക്ക് ഉണ്ട്. ആ റോക്കിന്റെ മുകളിൽ ഡോം ഓഫ് ദി റോക്ക്, അല്ലെങ്കിൽ ആ പാറയുടെ മുകളിൽ ഒരു മോസ്ക് ഉണ്ടാക്കി. അതിന് ശേഷം അതിന്റെ അടുക്കൽ മുഹമ്മദ് ഒരു വെള്ളക്കുതിരപ്പുറത്ത് പോയി അദ്ദേഹം സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു പോയിന്റ് ഉണ്ട്, അൽ അക്സ. ആ അൽ അക്സ എന്ന് പറഞ്ഞാൽ ഫർദറസ്റ്റ് പോയിന്റ് എന്നാ. ഏറ്റവും ദൂരം പ്രവാചകൻ യാത്ര ചെയ്ത സ്ഥലമാണ് അൽ അക്സ. അവിടെ ഒരു മോസ്ക് പണിതു, അൽ അക്സ മോസ്ക്. അത് AD 705. നമ്മൾ ഒരു കാര്യം പ്രത്യേകം ഓർത്താട്ടെ, AD 705 അൽ അക്സ മോസ്കും AD 682 ഡോം ഓഫ് ദി റോക്കും പണിതു. മുസ്ലിങ്ങൾ അവരുടെ അവകാശം അവിടെ സ്ഥാപിച്ചു. നമ്മൾ ആ വെസ്റ്റ് ബാങ്ക് ഒന്ന് നോക്കിയാട്ടെ ബ്രദറെ, ഒന്നുകൂടെ ആ പടമൊന്ന് കാണിച്ച വെസ്റ്റ് ബാങ്കിന്റെ. ആ വെസ്റ്റ് ബാങ്ക് ഒന്ന് നോക്കിയാട്ടെ. യെസ്, നമ്മൾ കണ്ടു യെരുശലേം എന്ന് പറയുന്ന സ്ഥലം കണ്ടോ? ഈ വെസ്റ്റ് ബാങ്ക് ഒരു പറങ്കണ്ടി തിരിച്ചിട്ട ഒരു ചിത്രമാണ്. നമ്മുടെ പറങ്കണ്ടിയുടെ ഷേപ്പിന്റെ തിരിച്ചിട്ട ഒരു ചിത്രമാണ് ഈ വെസ്റ്റ് ബാങ്ക്. ആ പറങ്കണ്ടിയുടെ അകത്തൊരു സ്ഥലമുണ്ട്. ഈ അകത്താണ് ജെറുസലേം. ഈ ജെറുസലേമിലാണ് ഏത് യഹോശഫാത്ത് താഴ്വര. യെരുശലേം ദേവാലയം നിൽക്കുന്നതിന്റെ സൈഡിൽ താഴോട്ട് കാണുന്ന സ്ഥലമാണ് യഹോശഫാത്ത് താഴ്വര. എന്തിനാ അവിടെ ഇവരെല്ലാം കൂടെ വരുന്നത്? രഹസ്യം പറയാം. നമ്മുടെ മലയാള ബൈബിള് ട്രാൻസ്ലേഷൻ ശരിയാണ്, ഇംഗ്ലീഷിനെക്കാട്ടി ശരിയാണ്. ഞാനത് പറയാൻ കാരണം, ഞാൻ ഇംഗ്ലീഷ് ബൈബിളിൽ നോക്കിയപ്പോൾ ഈ വാക്ക് അവിടെ ഇല്ല. ഞാൻ അങ്ങനെ വേറെ ഒരു ബൈബിൾ സ്കൂളിൽ, അതായത് ചെന്നൈയില് സ്റ്റീവൻ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്ന സമയം അവിടെ ലൈബ്രറി കയറി ഞാൻ അവരുടെ ബുക്കുകൾ പരിശോധിച്ചപ്പോൾ, ഒറിജിനൽ ലാംഗ്വേജ് പരിശോധിച്ചപ്പോൾ, ആ 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യമുണ്ടല്ലോ, 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം, അത് നമ്മുടെ ഭാഷയിൽ
ശരിയായിട്ട് ഭാഷാന്തരം ചെയ്ത. അതിന്റെ 9-ാം വാക്യം നോക്കിയേ, ജാതികളിൽ വിളിച്ചു പറയുവിൻ, വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുവിൻ. പ്രിപ്പയർ ഫോർ വാർ എന്നാണ് ഇംഗ്ലീഷിൽ. എന്നാൽ അത് ഒറിജിനൽ ഭാഷയിൽ പ്രിപ്പയർ ഫോർ സാങ്ക്ടിഫൈങ് വാർ. ഈ സാങ്ക്ടിഫൈങ് വാർ എന്നുള്ളതാണ്, അത് ഒറിജിനൽ ഭാഷയിൽ ഞാൻ നോക്കിക്കണ്ടതാണ്. ഈ സാങ്ക്ടിഫൈങ് വാർ അല്ലെങ്കിൽ വിശുദ്ധ യുദ്ധത്തിനാണ് അറബി ഭാഷയിൽ പറയുന്ന പേരാണ് എന്ത്? ജിഹാദ്. ജിഹാദ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇവിടെ പറയുകയാണ് ജിഹാദിന് ഒരുങ്ങിക്കൊള്ളാൻ. ആരോടാ പറഞ്ഞെന്ന് നോക്കിയേ, ആരോടാ പറഞ്ഞത്? 11-ാം വാക്യം നോക്കിയേ, ചുറ്റുമുള്ള സകല ജാതികളുമായുള്ളവരെ. പ്രശ്നം ചുറ്റുമുള്ള രാജ്യങ്ങളാണ്, പക്ഷേ ലോകം ജാതികൾ മുഴുവൻ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യും. ഇന്നലെയാണെന്ന് തോന്നുന്നു ഞാന് പുടിന്റെ പ്രസ്താവന അത് കേട്ടു. ഞാൻ കേട്ട് കുറെ നേരം നിന്നു. ഞാൻ ആ ടിവിയുടെ മുന്നിൽ ഇരിക്കാതെ നിന്നുകൊണ്ട് തന്നെ അത് ഞാൻ കേട്ടോണ്ട് നിന്നു. വീണ്ടും വീണ്ടും ഞാനത് ശ്രദ്ധിച്ചു. പുടിൻ പറയുകയാണ് പലസ്തീൻ രാഷ്ട്രമാകേണ്ടത് ഇറ്റ് ഈസ് എ നെസസിറ്റി. അതൊരു അത്യന്താപേക്ഷിതമാണ്. ആരായി പറയുന്ന? റഷ്യ പറയുകയാണ് പലസ്തീൻ ഒരു രാഷ്ട്രമായി തീരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഇവിടെ ഈ 9-ാം വാക്യത്തിൽ, 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങള് ദൈവം പറയുകയാണ് 2400 വർഷം മുമ്പ് പറഞ്ഞു വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങി ഈ സ്ഥലത്ത് വന്നോളാൻ പറഞ്ഞു. ഹോളി വാർ. എന്തിനാണത് ഹോളി വാർ? ദൈവജനത്തിൽ 2400 വർഷം മുമ്പ് ഇത് രേഖപ്പെടുത്തുമ്പോൾ ഇസ്ലാം ലോകത്തിലില്ല. ഇസ്ലാം ലോകത്തിൽ ഉടലെടുക്കുന്നത് ക്രിസ്തു വന്ന് ഏതാണ്ട് 630 വർഷം ആകുമ്പോഴാണ്. മുഹമ്മദ് മരിക്കുന്നത് AD 622-ലാണ്. AD 622. മുഹമ്മദ് മരിച്ച ശേഷം നമുക്കറിയാം മെക്കയും മദീനയിലും ഒതുങ്ങി നിന്നു ഇസ്ലാം. എന്നാൽ അവിടെ നിന്ന് ഖാലിദ് ഇബ്ൻ വലീദ് എന്ന് പറയുന്ന ഒരു പ്രഗത്ഭനായ സൈന്യാധിപന്റെ നേതൃത്വത്തിൽ സൗദിയിൽ നിന്ന് പടയാളികൾ മുന്നോട്ട് വന്നു. സൗദിയിൽ നിന്ന്. അന്ന് യെരുശലേമൊക്കെ ഭരിച്ചിരുന്നത് ക്രിസ്ത്യൻ ആർമിയാണ്. അതിന് പറയുന്ന പേര് ബൈസന്റൈൻ. റോമൻ സാമ്രാജ്യം 2ആയി പിരിഞ്ഞപ്പോൾ അതിലൊരു ഭാഗമാണ് ബൈസന്റൈൻ ആർമി ഭരിച്ചുകൊണ്ടിരിക്കുക. ഈ ബൈസന്റൈൻ ആർമിയെ പരാജയപ്പെടുത്തി ഖാലിദ് ഇബ്ൻ വലീദ്. അത് AD 635-ലാണ്. AD 635-ൽ യെരുശലേം പിടിച്ചെടുത്തു. യെരുശലേം പിടിച്ചെടുത്ത് യെരുശലേം അവരുടെ വിശുദ്ധ ഭൂമിയായി പ്രഖ്യാപിച്ചു. ഇസ്ലാമിന്റെ വിശുദ്ധ ഭൂമിയായി പ്രഖ്യാപിക്കുന്നത് AD 635-ലാണ്. വിശുദ്ധ ഭൂമിയായി പ്രഖ്യാപിച്ച ശേഷം യഹൂദന്റെ ദേവാലയം ഇടിച്ചു കളഞ്ഞില്ലേ AD 70-ൽ റോമാക്കാർ? അവിടെ ഒന്നുമില്ല. അവിടെ നിരപ്പായി കിടക്കുന്ന 35 ഏക്കറാണ്. അവിടെ AD 682-ൽ ഡോം ഓഫ് ദി റോക്കും, പാറയുടെ മുകളിൽ അവർ കരുതി ഇസ്ഹാക്ക്, അവർ പറയുന്ന പോലെ അവിടെയാണ് ഇസാക്കിനെ ബലി കഴിപ്പിച്ചതെന്ന് വിശ്വസിക്കുന്ന അവരുടെ വിശ്വാസത്തിൽ ഇസ്മായിലിനെ അവിടെ ഒരു റോക്ക് ഉണ്ട്. ആ റോക്കിന്റെ മുകളിൽ ഡോം ഓഫ് ദി റോക്ക് അല്ലെങ്കിൽ ആ പാറയുടെ മുകളിൽ ഒരു മോസ്ക് ഉണ്ടാക്കി. അതിന് ശേഷം അതിന്റെ അടുക്കൽ മുഹമ്മദ് ഒരു വെള്ള കുതിരപ്പുറത്ത് പോയി അദ്ദേഹം സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു പോയിന്റ് ഉണ്ട്, അൽ അക്സ. ആ അൽ അക്സ എന്ന് പറഞ്ഞാൽ ഫർദറസ്റ്റ് പോയിന്റ് എന്നാ. ഏറ്റവും ദൂരം പ്രവാചകൻ യാത്ര ചെയ്ത സ്ഥലമാണ് അൽ അക്സ. അവിടെ ഒരു മോസ്ക് പണിതു, അൽ അക്സ മോസ്ക്. അത് AD 705-ലാണ്. 705-ൽ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ഓർത്താട്ടെ. AD 705-ൽ അൽ അക്സ മോസ്കും AD 682-ൽ ഡോം ഓഫ് ദി റോക്കും പണിതു. മുസ്ലിങ്ങൾ അവരുടെ അവകാശം അവിടെ സ്ഥാപിച്ചു. യഹൂദന്റെ പുണ്യഭൂമിയാണ്. യഹൂദന് ദൈവം കൊടുത്ത സ്ഥലമാണ്. ദൈവത്തെ അനുസരിക്കാത്തതിന്റെ ഫലമായി അവരെ അവിടെ നിന്ന് ആട്ടിപ്പായിച്ചു. എന്നാൽ ലോകത്തിലുള്ള എല്ലാ മുസൽമാനും മെക്കയും മെദീനയും കഴിഞ്ഞാൽ 3-ാമത്തെ പുണ്യഭൂമി ഈ സ്ഥലമാണ്, ഈ അലക്സ മോസ്ക്. അവർ പണ്ട് ഇപ്പോഴവർ മെക്കയിലോട്ട് നോക്കിയാ പ്രാർത്ഥിക്കുന്നത്. അതിനു മുമ്പ് അവർ യെരുശലേമിലോട്ട് നോക്കിയാ പ്രാർത്ഥിച്ചോണ്ടിരുന്ന മുസ്ലിങ്ങൾ. ഞാൻ ഒരു കാര്യം ഓർപ്പിച്ചോട്ടെ, ഈ പുണ്യഭൂമി
മുസ്ലിങ്ങളുടെ, ലോകത്തിലുള്ള എല്ലാ മുസൽമാന്റെയും പുണ്യഭൂമി ഇസ്രയേൽ 67 പിടിച്ചെടുത്തു. അതിന്റെ ചരിത്രം ചുരുക്കി ഞാൻ പറയാം. 1967 പിടിച്ചെടുത്തു. 1980 ജൂലൈയിൽ ലോകത്തോട് പ്രഖ്യാപിച്ചു, യെരുശലേം ഈസ് ആൻ അൺഡിവൈഡഡ് എറ്റേണൽ ക്യാപിറ്റൽ ഓഫ് ഇസ്രയേൽ. ഇസ്രയേലിന്റെ നിത്യമായ തലസ്ഥാനം, അവിഭാജ്യമായ തലസ്ഥാനം. അതേ വർഷം സെപ്റ്റംബറിൽ, 1980 സെപ്റ്റംബറിൽ മുസ്ലിം രാജ്യങ്ങൾ മൊറോക്കോ എന്ന് പറയുന്ന സ്ഥലത്ത് പോകും. സൗദിയിലെ പ്രിൻസ് ആണ് എന്ന് പറഞ്ഞത് വിശുദ്ധ യുദ്ധം പ്രഖ്യാപിക്കണം. അന്ന് ആ വാക്കവിടെ ഉപയോഗിച്ചു. യെരുശലേമിനെ മോചിപ്പിക്കുവാൻ വിശുദ്ധ യുദ്ധം പ്രഖ്യാപിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഹാമാസ് ഇപ്പോൾ ഇസ്രായേലിനെ എന്തിനാ ആക്രമിച്ചേ? ഹാമാസ് ഇപ്പോൾ ഇസ്രായേലിനെ ആക്രമിച്ചതിന് എന്താണെന്ന് അവര് പറയുന്നതിന്റെ കാരണം, 2 വർഷം മുമ്പ് അതോ 1 വർഷം മുമ്പ് ഇസ്രായേൽ ആളുകൾ അലാക്സയുടെ അവിടെ ചെന്ന് അവിടെ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അലാക്സ ഇന്റിഫിഡ എന്നാ പറയുന്നത്. അലാക്സ ഈ ദേവാലയം, അതായത് മുസ്ലിം ദേവാലയം നിൽക്കുന്നതിന്റെ അടുത്ത് ഈ യഹൂദന്മാർ കയറി ചെന്ന് അവിടെ ഉണ്ടാക്കിയ പ്രശ്നത്തിന്റെ പ്രതികാരമാണ് ഇപ്പോൾ അവർ ചെയ്യുന്നതെന്ന് പറയുന്നു. PLO യാസർ അറാഫത്തിന്റെ കാലത്ത് അന്ന് കേട്ട ഒരു ശബ്ദമാണ് അലാക്സ ഇന്റിഫിഡ. ജനങ്ങൾ ഇളകിമറിഞ്ഞു അലാക്സയോടുള്ള ബന്ധത്തിൽ. അലാക്സ മോസ്ക് നശിപ്പിക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഓർപ്പിക്കട്ടെ, ഇത് അവരുടെ വിശുദ്ധ ഭൂമി. ദൈവം എടുത്തു പറഞ്ഞു, ചുറ്റുമുള്ള ജാതികൾ ഒരുങ്ങിക്കോ വിശുദ്ധ യുദ്ധത്തിന്. ഇസ്ലാം ഉണ്ടാകുന്നത് ഏതാണ്ട് AD 630കളിലാണ്. ചുറ്റുമുള്ള ഏതാണ്ട്, നിങ്ങളൊരു മാപ്പ് എടുത്ത് നോക്കിയാൽ 22 രാജ്യങ്ങൾ ഇസ്ലാം രാജ്യം, അതുപോലെ തന്നെ 23ാമത് ഇറാനൂടെ കൂടുമ്പോൾ ഏതാണ്ട് 23 രാജ്യങ്ങൾ ഇസ്ലാമിക് രാജ്യങ്ങളാണ്. ആ ഭൂപടം എടുത്തു വെച്ച് നമ്മൾ നോക്കിയാൽ ഇസ്രായേൽ ഒരു പൊട്ടുപോലെ. അവർക്കെതിരെ നമ്മൾ കണ്ടു, സോനും സീദോനും ഫെലിസ്ത്യ ദേശക്കാരും അവരോട് എതിർക്കുന്ന ഒരു കാലം. ഞാൻ ഏതാണ്ട് ഇവിടെ നിർത്തുകയാണ്. ഈ പഠനം നമ്മൾ തുടർന്നെടുക്കാം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമുക്ക് ഇന്നത്തെ കാലയളവിനെ വിലയിരുത്തിക്കൂടെ? യോവേല് പ്രവചിച്ച പോലെ ലോക സൈന്യം ഒരു കാലത്ത് വെട്ടിക്കിളികൾ വന്ന് ഇസ്രയേലിനെ നശിപ്പിച്ചതുപോലെ ലോകരാജ്യങ്ങൾ ഇസ്രയേലിന് വിരോധമായി വന്ന് നിരക്കാൻ പോവുകയാണ്. അവരെന്തിനു വേണ്ടി? അവർ കുത്തിവെങ്കിലേക്ക് നോക്കണം, അവരെ ശുദ്ധീകരിപ്പാൻ. അതൊക്കെ നമുക്ക് അടുത്ത ആഴ്ച ശ്രദ്ധിക്കാം. എന്നാൽ ഇന്ന് നമ്മൾ കണ്ടു, ഇവര് ഈ അലാക്സ മോസ്കിനോടുള്ള ബന്ധത്തിലാണ് ഇന്നത്തെ ഈ ഭയങ്കര ഈ ക്രൂരത അവർ കാണിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ എന്റെ മനസ്സ് വീണ്ടും വാക്കുകൾ എടുക്കാൻ പോകുന്നു. ഞാനത് പിന്നീട് എടുത്തോളാം. നീ രക്തം പിന്തുടരുന്നതുകൊണ്ട് നിന്നെ രക്തമാക്കി തീർക്കുമെന്നുള്ളത് ദൈവം പറയും. നമ്മൾ ഇന്ന് ഈ സംഭവങ്ങൾ കാണുമ്പോൾ ലോകരാജ്യങ്ങൾ നമ്മൾ കണ്ടു, ഇറാന്, സിറിയ, ലെബനോന്, ഇറാഖ്, ഇങ്ങനെയുള്ള, അതുപോലെ യമന്. ഒരു കാര്യം നിങ്ങൾ നോക്കിയേ, തീവ്രവാദത്തിന് കൊടുത്ത രാഷ്ട്രങ്ങളാണ് ഇവരൊക്കെ. ഈ രാജ്യങ്ങൾ മൊത്തം, സുഡാന് ഇസ്രയേലിന് വിരോധമായി ഹാമാസിനെ സപ്പോർട്ട് ചെയ്തിരിക്കുക. മറുഭാഗത്ത് റഷ്യയെ പോലെയുള്ള രാജ്യങ്ങൾ പലസ്തീൻ ഒരു രാഷ്ട്രമായി തീരണമെന്നുള്ളത് നെസസിറ്റിയാണ്. ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർത്തേ, ആ വെസ്റ്റ് ബാങ്ക് ഒന്ന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇസ്രയേലിന്റെ വീതി പിന്നെ എത്രയുണ്ട്? ഏതാണ്ട് 13 എത്ര അതുപോലെ തന്നെ കിലോമീറ്റർ. നിങ്ങളത് ആലോചിച്ച് നോക്കിയേ, ആ രാജ്യം എങ്ങനെ ജീവിക്കും? ഹൗ വിൽ ദേ സർവൈവ്? ആർക്കും പരിഹരിക്കാൻ വയ്യാത്ത കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ. ദൈവം ഇതാണ് സക്കറിയ 12 പറഞ്ഞത്, ഞാൻ യെരുശലേമിനെ സകല ജാതികൾക്കും ഭാരമാണ്. നമ്മൾ ആ നാടുകളിലേക്ക് വന്നു കഴിഞ്ഞു. ഡേ ഓഫ് ദ ലോർഡ് എന്ന് തുടങ്ങും എന്നുള്ളത് പറഞ്ഞാൽ വിശദമായി പിന്നീട് ചിന്തിക്കാം. ഉൽപ്രാവണത്തോടുള്ള ബന്ധത്തിൽ അത് കഴിയുമ്പോൾ ദൈവം ചരിത്രത്തിൽ ഇടപെടുകയും
തന്റെ പുത്രൻ മടങ്ങി വരികയൊക്കെ ചെയ്യുന്നത് ഡേ ഓഫ് ദ ലോർഡാണ്. യോവേലിന്റെ പ്രവചനത്തിൽ ആ ഡേ ഓഫ് ദ ലോർഡിലാണ് യഹോശഫാത്ത് താഴ്വരയിൽ ജനങ്ങൾ കടന്നു വരുന്നത് എന്ന് പറയുമ്പോൾ ഉത്പ്രാപണം നടക്കുവാൻ സമയം അടുത്തു. അതായത് ഇസ്രയേൽ ജനത്തിന്റെ കൃഷിഭൂമി നശിപ്പിക്കുകയാണ്. ഇസ്രയേൽ ജനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അവരുടെ ഭൂമിയും അവരുമായിട്ട് വളരെ ബന്ധമാണ്. അവരുടെ ദൈവം, അവരുടെ ഭൂമി, ഈ മനുഷ്യരെ, ഈ മൂന്ന് ഘടകങ്ങള് ഒന്നിച്ചു കിടക്കുന്ന ഒരു ഭാഗമാണ് ഇസ്രയേലിന്റെ ഭൂമി. ദൈവത്തെ അനുസരിച്ചാൽ ദൈവം അവർക്ക് പുഴുവിനെയും വെട്ടുക്കിളിയെയും അയക്കത്തില്ല. ഈ പുഴുവിനും വെട്ടുക്കിളിക്കും പേര് പറഞ്ഞിരിക്കുന്നത് 2-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ വായിക്കുന്നു. എന്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും തുള്ളനും പച്ചപ്പുഴുവും എന്ന് വായിക്കുന്നു. ദൈവം പറയുന്ന വാക്കാണ് എന്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും. അപ്പോൾ ദൈവം യഹൂദനെ ശിക്ഷിക്കാനായിട്ട് അയച്ചതാണ് ഈ വെട്ടുക്കിളികളും പുഴുവും പച്ചപ്പുല്ലും ഒക്കെ. എന്നാൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇവർ ദൈവത്തെ അനുസരിക്കുകയാണെങ്കിൽ ഈ വെട്ടുക്കിളിയൊന്നും അവരെ ഉപദ്രവിക്കത്തില്ല. ആവർത്തന പുസ്തകം 28-ാം അധ്യായം എന്നെടുക്കാം. ആവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായം, അവിടെ നമുക്ക് ആ വാക്യം കാണാൻ സാധിക്കുന്നുണ്ട്. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം നോക്കുക. എന്നാൽ നീ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നവന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കാഞ്ഞാൽ ഈ ശാപമൊക്കെ നിനക്ക് വരും. ആദ്യത്തെ ഭാഗത്ത് 28-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ഭാഗത്ത് ദൈവത്തെ അനുസരിച്ച് നടന്നാൽ ദൈവം അയക്കുന്ന നന്മയും, ഈ 15-ാം വാക്യം തുടങ്ങി നിങ്ങൾ ദൈവത്തെ അനുസരിക്കാതെ വന്നാൽ നിങ്ങളെ ന്യായം വിധിക്കുന്നത് പറയുകയാണ്. അതിന്റെ 28-ന്റെ അതിന്റെ 38-ാമത്തെ വാക്യം നോക്കിയാട്ടെ. 38-ാമത്തെ വാക്യം, നീ വളരെ വിത്ത് നിലത്തിലേക്ക് കൊണ്ടുപോകും, എന്നാൽ വെട്ടുക്കിളി തിന്നുകളയും. വെട്ടുക്കിളി തിന്നുകളക കൊണ്ട് കുറെ മാത്രം കൊയ്യും. അപ്പൊ വെട്ടുക്കിളി ദൈവം ശാപമായി പറഞ്ഞിരിക്കുന്നതാണ് വെട്ടുക്കിളി. അതിന്റെ 42-ാം വാക്യം നോക്കിയാട്ടെ, നിന്റെ വൃക്ഷങ്ങളും നിന്റെ ഭൂമിയുടെ ഫലവും എല്ലാം പുഴു തിന്നുകളയും. പുഴു തിന്നുകളയും. വെട്ടുക്കിളി നശിപ്പിക്കും, പുഴു തിന്നുകളയും നിങ്ങൾ ദൈവത്തെ അനുസരിക്കാതെ വന്നാൽ. എന്നാൽ ദൈവത്തെ അനുസരിക്കുകയാണെങ്കിൽ ഈ ദൈവത്തിന്റെ മഹാസൈന്യം എന്ന് പറഞ്ഞ ഈ വെട്ടുക്കിളിയും പുഴുവും അവരെ ഉപദ്രവിക്കത്തില്ല. ഇസ്രായേൽ മക്കൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയി, വളരെ ദൂരം പോയി. അവരെ മടക്കി കൊണ്ടുവരാൻ എത്ര ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല. ദൈവം തന്റെ മഹാസൈന്യം എന്ന് പറഞ്ഞ വെട്ടുക്കിളിയും വിട്ടിലും പുഴുവിനെയും ഒക്കെ അയച്ച് അവരുടെ പച്ചയെന്ന് പറയുന്നതെല്ലാം നശിപ്പിക്കുകയാണ്. ഞാന് തുടർന്ന് വായിക്കുകയുണ്ടായി. ഈ വെട്ടുക്കിളികൾ വരുന്നതിനെ കുറിച്ച്, പഴയ കാലങ്ങളിൽ വരുന്നതിനെ കുറിച്ച് രേഖപ്പെടുത്തി ഞാൻ വായിച്ചപ്പോൾ ഈ വെട്ടുക്കിളികളെ എണ്ണാനൊക്കത്തില്ല. അവ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സൂര്യന്റെ പ്രകാശം ഭൂമിയിൽ വരാതെ വണ്ണം ഇരുണ്ടുപോകും. അത്ര മാത്രം വെട്ടുക്കിളികള് ഈ സ്പേസിനെ അങ്ങ് കവർ ചെയ്താ വരുന്നത്. അത് നിലത്തോട്ട് വന്നു കഴിഞ്ഞാൽ പച്ച നിറമുള്ള സകലത്തെയും തിന്നു തീർക്കും. ഒരു പ്രദേശം മുഴുവൻ അത് തിന്നു തീർക്കാൻ അധികം സമയം വേണ്ട. അത്ര ഉപദ്രവകാരികളായി കൃഷിക്കാർക്ക് ഭയപ്പെടുന്ന ഒന്നാണ് വെട്ടുക്കിളി. അതോട് ചേർത്ത് അതിന്റെ പച്ചപ്പുഴുവും മറ്റും വായിക്കുന്നു. അതിനെ കുറിച്ച് ഞാനിപ്പോൾ പോകുന്നില്ല. എന്നാൽ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ദൈവം അവരെ മടക്കി കൊണ്ടുവരാനായിട്ട് ഈ വെട്ടുക്കിളികളെയും പുഴുവിനെയും ഇതൊക്കെ അയച്ചു. എന്നാൽ അവര് അനുസരിക്കുന്നില്ല, അവരെ നശിപ്പിച്ചു. എന്നാൽ ഇത് അവരുടെ കണ്ണുകൊണ്ട് ഇത് കാണുമ്പോൾ ദൈവം മുന്നോട്ട് യഹൂദനോട് നോക്കാൻ പറയുകയാണ്. മുന്നോട്ട് നോക്കുക. അവിടെ ഈ വെട്ടുക്കിളികൾ വന്നവരെ നശിപ്പിച്ചതുപോലെ ലോക സൈന്യങ്ങൾ ഇതുപോലെ വന്ന് ഇസ്രായേലിനെ വീണ്ടും കവർ ചെയ്യും. ലോകരാഷ്ട്രങ്ങൾ ഈ വെട്ടുക്കിളികൾ വന്നിവരെ നശിപ്പിച്ചതുപോലെ ഈ ലോക സൈന്യങ്ങൾ ഇവരെ വന്ന് നശിപ്പിക്കാൻ പോവുകയാണ്. അതാണ് ഈ പുസ്തകത്തിന്റെ സെക്കൻഡ് പാർട്ടിലെടുത്ത് പറഞ്ഞിരിക്കുന്നത്, 2-ാമത്തെ ഭാഗത്തിലെടുത്ത് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി, ഈ പുസ്തകത്തിന്റെ ഓരോ അധ്യായത്തിലും ദൈവം അത് മനസ്സിലേക്ക് തരാൻ ഒരു പ്രത്യേക പദം ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം, ആ ദിവസം അയ്യോ കഷ്ടം, യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, സിയോനിൽ കാഹളമൂതുവിൻ, എന്റെ വിശുദ്ധ പർവ്വതത്തിൽ അയ്യം വിളിപ്പിൻ, യഹോവയുടെ ദിവസം വരുന്നത് കൊണ്ട്.
യഹോവയുടെ ദിവസം വരുന്നു, അത് അടുത്തിരിക്കുന്നു. അതിന്റെ 11-ാം വാക്യത്തിലും അവിടെ വായിക്കുന്നുണ്ട്, യഹോവ തന്റെ സൈന്യത്തിന് മുമ്പിൽ മേഘനാദം കേൾപ്പിക്കുന്നു, അവന്റെ പാളയം അത്യന്തം വലുതും അവന്റെ വചനം അനുഷ്ഠിക്കുന്ന ശക്തിയുള്ളവനും തന്നെ. യഹോവയുടെ ദിവസം വലുതും അതിഭയങ്കരവുമാകുന്നു. ഭയങ്കരമായ ന്യായവിധിയെ ചൂണ്ടിക്കാണിക്കുകയാണ് യഹോവയുടെ ദിവസം. വീണ്ടും 2-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം, യഹോവയുടെ വലുതും ഭയങ്കരമായ ദിവസം. 3-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ ഈ 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, 3-ന്റെ വിധിയുടെ താഴ്വരയിൽ അസംഖ്യം സമൂഹം കാണുന്നു, വിധിയുടെ താഴ്വരയിൽ യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. ആ വാക്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അവിടുന്ന് നമ്മളൊരു സത്യത്തിലേക്ക് കടന്നു പോകാൻ തുടങ്ങിയാണ്. നോക്കുക, ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞു, യഹോശഫാത്ത് താഴ്വരയിൽ ഈ ആളുകൾ കൂടിയിരിക്കുന്നു, അസംഖ്യം ജനം. വെട്ടുക്കിളികൾ വന്ന് ഇസ്രായേലിനെ നശിപ്പിച്ചതുപോലെ ലോക സൈന്യങ്ങൾ ഈ വിധിയുടെ താഴ്വരയിൽ അടുത്തു വരികയാണ്. ആ താഴ്വരയുടെ പേരാണ് യഹോശഫാത്ത് താഴ്വര. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, അതായത് ടെമ്പിൾ മൗണ്ട്, ദേവാലയം നിൽക്കുന്ന ആ പർവ്വതത്തിനും ഒലിവുമലയ്ക്കും ഇടയ്ക്കുള്ള ഭാഗമാണ്, താഴ്വരയാണ് ഈ യഹോശഫാത്ത് താഴ്വര എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് ഈ ഗദസമനയും അതുപോലെ അതിന്റെ മുകളിൽ നിന്നാണ്, ഒലിമലയിൽ നിന്നാണ് കർത്താവ് യെരൂശലേം കണ്ട് കരയുന്നതൊക്കെ. അപ്പൊ ഇതിന്റെ ഈ 2 മലകളുടെ താഴ്വരയാണ് ഈ പറയുന്ന യഹോശഫാത്ത് എന്ന് പറയുന്ന താഴ്വര. അവിടെ ജനങ്ങൾ കൂടി വരാൻ പോവുകയാണ്. നമ്മൾ ആ ഭാഗമാണ് ഇന്ന് കൂടുതലായി ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യാൻ കഴിയും. 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, വിധിയുടെ താഴ്വര, അസംഖ്യ സമൂഹം കാണുന്നു, വിധിയുടെ താഴ്വരയിൽ യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. യഹോവയുടെ ദിവസം എന്ന് പറയുന്ന ദിവസത്തിലാണ് ഈ യഹോശഫാത്ത് താഴ്വരയിൽ നാം കണ്ടതുപോലെ വെട്ടുക്കിളികളെ പോലെ അനേക ജനസംഖ്യം ഇറങ്ങി വന്ന് ഈ താഴ്വരയിൽ യഹൂദനെ എതിരെ അണിനിരക്കുന്നത്. ഇനി എന്താണ് ഈ ഡേ ഓഫ് ദ ലോർഡ് അല്ലെങ്കിൽ യഹോവയുടെ ദിവസം? ഈ യഹോവയുടെ ദിവസം എന്ന് പറയുന്നത് ഏതാണ്? ഞാൻ ഒരു വാക്യം ഇതോട് ചേർത്ത് പുതിയ നിയമത്തിൽ പരിചയമുള്ളതാണെങ്കിലും വായിച്ചിട്ട് പോകാം. 1 തെസ്സലോനിയർ 5-ാം അധ്യായം. 1 തെസ്സലോനിയർ 5-ാം അധ്യായം നമുക്ക് പരിചയമുള്ള ഭാഗമാണെങ്കിലും ഞാൻ ആ ഭാഗത്തിലേക്കൊന്ന് പോവുകയാണ്. 1 തെസ്സലോനിയർ 5-ാം അധ്യായം. സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. 2 പദം പൗലോസ് അവിടെ ഉപയോഗിച്ചു, കാലങ്ങളും സമയവും. നമ്മൾ ഓർക്കണം, ഗ്രീക്ക് ലാംഗ്വേജിലാണ് അത് എഴുതിയത്. ആ ഗ്രീക്ക് ലാംഗ്വേജില് കാലങ്ങളും സമയങ്ങളും, കാലങ്ങൾ എന്ന് പറഞ്ഞാൽ ക്രോണായി, സമയങ്ങൾ എന്ന് പറഞ്ഞാൽ കെയ്റോയി. ക്രോണോയും കെയ്റോയും ഈ വാക്കുകളുടെ അർത്ഥം എന്താ? ക്രോണോയ് എന്ന് പറഞ്ഞാൽ ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത് പോലെ, അത് ആ വാക്കാണത്. ഒരു അടുക്കും ചിട്ടയുമായിട്ടുള്ള സംഭവങ്ങൾ, ക്രോണോളജിക്കൽ ഓർഡർ, അത് ക്രമാതീതമായി നടക്കേണ്ട ആ ചിട്ട അല്ലെങ്കിൽ ക്രോണോളജി. അതുപോലെ തന്നെ കൈറോയി, എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം ഈ ക്രമാതീതമായി നടക്കുന്ന ഓരോ കാലഘട്ടത്തിന്റെയും ക്യാരക്ടറിനെ വലിച്ചു കാണിക്കുന്നു കൈറോയി. അപ്പോൾ ഇവിടെ ഒരു വാക്കും അവിചാരിതമായി വന്നതല്ല. കാലങ്ങളും സമയങ്ങളും. കാലങ്ങൾ എന്നുള്ളത് ഭാവി കാര്യങ്ങളെ കുറിച്ച് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നു, ക്രോണോളജിക്കൽ ഓർഡർ. നമുക്കറിയാം, ഇനി നടക്കേണ്ടത് ഉൽപ്രാവണമാണ്, അതിനുശേഷം മഹോപദ്രവം വരുന്നു, അതിനുശേഷം യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത, അതിനുശേഷം 1000 ആണ്ട് വാഴ്ച, അത് കഴിയുമ്പോൾ പുതിയ ഭൂമി. ഇത് അതിന്റെ ക്രോണോളജിക്കൽ ഓർഡറാണ്. പക്ഷേ അടുത്തത് കൈറോയി, മലയാളത്തിൽ സമയങ്ങൾ എന്നാണ്. എന്നാൽ കൈറോയി എന്ന് പറഞ്ഞാൽ ഈ ഓരോന്നിന്റെയും വിശേഷണം. പീഡന കാലഘട്ടം എങ്ങനെയാണ്? അതിന്റെ വിശേഷണം. 1000 ആണ്ട് വാഴ്ച എങ്ങനെയാണ്? അതിന്റെ വിശേഷണം. പുതിയ ഭൂമി ആകാശം എങ്ങനെയാണ്? അതിന്റെ വിശേഷണം. അപ്പോൾ ഇവിടെ പൗലോസ് തെസ്സലോനിക്ക വിശുദ്ധന്മാർക്ക് എഴുതുകയാണ്, കാലങ്ങളെക്കുറിച്ചും ഈ ഭാവിയിൽ നടക്കേണ്ട വിഷയങ്ങളെക്കുറിച്ചും അതിന്റെ ഓരോന്നിന്റെ വിശദീകരണത്തെക്കുറിച്ചും നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. എന്താ കാരണം? പൗലോസ് അവരെ അത് പഠിപ്പിച്ചിട്ടുണ്ട്. തെസ്സലോനിക്ക ലേഖനത്തിന്റെ ഒരു പ്രത്യേകതയാണ്, തെസ്സലോനിക്ക സഭ ഒരു പുതിയ സഭയാണെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ
ഈ 1 തെസ്സലോനിക്കർ 1-ാം അധ്യായം എടുത്താൽ എല്ലാ അധ്യായത്തിലും യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പുതിയ സഭയെ പൗലോസ് പഠിപ്പിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ വരവും അതിനോടുള്ള ബന്ധത്തിലെ സംഭവങ്ങളെ കുറിച്ച് പൗലോസ് പഠിപ്പിക്കുകയാണ്. ഇവിടെ പറയുന്നുണ്ട്, സഹോദരന്മാരെ, ഈ കാര്യങ്ങൾ നിങ്ങളെ എഴുതി അറിയിക്കേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങളിത് പഠിച്ചിട്ടുള്ളതാണ്. എന്നിട്ട് പൗലോസ് പറയുന്നത് നോക്കിയേ, കള്ളൻ രാത്രി വരും പോലെ കർത്താവിന്റെ നാൾ വരും. നമ്മൾ ഇതുവരെ യോവേലിൽ കണ്ടത് ഡേ ഓഫ് ദ ലോർഡ് ആണ്. ഈ ഡേ ഓഫ് ദ ലോർഡ് കള്ളനെ പോലെ വരും. പക്ഷേ താഴോട്ട് വായിക്കുന്നു, ആർക്കാണ് അത് കള്ളനെ പോലെ വരുന്നത്? നമുക്കല്ല. 4-ാം വാക്യം, സൗന്മാരെ, ആ നാൾ കള്ളനെ പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. നമ്മൾ ആരാണ്? നമ്മൾ വെളിച്ചത്തിന്റെ മക്കളാണ്. നമ്മളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നതാണ്. നാം പകലിനുള്ളവരാണ്, നാം ദൈവമക്കളാണ്, നാം വെളിച്ചത്തിന്റെ മക്കളാണ്. നമുക്ക് അത് കള്ളനെ പോലെ പിടിക്കത്തില്ല. കള്ളനെ പോലെ പിടിക്കുന്നത് ഇരുട്ടിലുള്ളവർക്കാണ്. അപ്പൊ ഡേ ഓഫ് ദ ലോർഡ് സംഭവിക്കുന്നത് ഈ ലോകത്തിലുള്ള മനുഷ്യനാണത് പെട്ടെന്ന് സംഭവിക്കുന്നത് കള്ളനെ പോലെ. എന്ന് പറഞ്ഞാൽ ഇനിയും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഡേ ഓഫ് ദ ലോർഡ് എന്നാണ് തുടങ്ങുന്നത്? ഒരു 1-2 ബൈബിൾ സ്റ്റഡി കൊണ്ട് പഠിക്കാൻ ഉതകുന്ന ഒരു സബ്ജക്റ്റാണ് ഈ ടോപ്പിക്ക്. എന്നാൽ ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഡേ ഓഫ് ദ ലോർഡ്, ദൈവം മനുഷ്യ ചരിത്രത്തിൽ ഇടപെടാൻ പോകുന്നു. എപ്പോൾ ഇടപെടാൻ പോകുന്നു? ഉൽപ്രാവണം കഴിയുമ്പോൾ, ആഫ്റ്റർ ദ റാപ്ചർ, ദൈവം പിന്നീട് ഇടപെടുന്നതാണ് മഹോപദ്രവ കാലഘട്ടവും തുടർന്നുള്ള സംഭവങ്ങളും. അപ്പൊ ഡേ ഓഫ് ദ ലോർഡ്, കർത്താവിന്റെ നാളെന്ന് പറയുന്നത്, യഹോവയുടെ നാളെന്ന് പറയുമ്പോൾ പ്രത്യേക പീഡന അല്ലെങ്കിൽ ശിക്ഷാവിധിയാണ് ഊന്നി പറയുന്നത്. യഹോവയുടെ നാൾ. ഇവിടെ ഡേ ഓഫ് ദ ലോർഡ് എന്ന് പറയുമ്പോൾ അനുഗ്രഹത്തിനുമാകാം, ശിക്ഷയ്ക്കുമാകാം. അത് സംഭവിക്കണമെങ്കിൽ, ഡേ ഓഫ് ദ ലോർഡ് സംഭവിക്കണമെങ്കിൽ ഉൽപ്രാവണം കഴിയണം. ഉൽപ്രാവണം വരെ ഇങ്ങനെ പോകും. നാം ജീവിക്കുന്ന ഈ ദിവസങ്ങൾ ഇങ്ങനെ പോകും. അറിയില്ല, കള്ളൻ വരുന്നത് പോലെ കർത്താവിന്റെ നാൾ വരും, അല്ലെങ്കിൽ ഡേ ഓഫ് ദ ലോർഡ് വരും. നമ്മുടെ ഉൽപ്രാവണത്താൽ മാറ്റപ്പെട്ട ശേഷം ചരിത്രത്തിൽ ദൈവം നേരിട്ടിടപെടാൻ പോവുകയാണ്. പിന്നീടുള്ള കാലഘട്ടത്തിനൊക്കെ ഡേ ഓഫ് ദ ലോർഡ് എന്ന് പറയുന്നതായി തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു. പല പദങ്ങളുണ്ട്. അതുപോലെ തന്നെ പഴയ നിയമത്തിൽ കാണാത്തതും പുതിയ നിയമത്തിൽ കാണപ്പെടുന്നതുമായ ഒരു പദമുണ്ട്, ഡേ ഓഫ് ക്രൈസ്റ്റ്. ഇത് രണ്ടും രണ്ടാണ്. ഡേ ഓഫ് ദ ലോർഡ് ആൻഡ് ഡേ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ നാൾ, അത് പുതിയ നിയമത്തിൽ മാത്രമേ ഉള്ളൂ. ഡേ ഓഫ് ക്രൈസ്റ്റ് അത് പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിലാണ്. സഭയുടെ പ്രതിഫലവും സഭയെ കർത്താവ് ആദരിക്കുന്നതും കർത്താവ് അവർക്ക് വേണ്ടി വരുന്നതും വെളിപ്പെടുത്തുന്ന ദിവസമാണ് ഡേ ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തു ഇടപെടുന്നു. അവന്റെ സഭയെ അവന്റെ അടുക്കൽ എടുക്കുവാൻ, അവരെ ആദരിപ്പാൻ. നമ്മള് 1-2 വാക്യം ഞാൻ വേണേ തരാം. 1 കൊരിന്ത്യർ 1:8, നമ്മുടെ കർത്താവായ യേശുവിന്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 1:8. 1 കൊരിന്ത്യർ 5:5, ആത്മാവ് കർത്താവായ യേശുവിന്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് കർത്താവ് സഭയ്ക്ക് വേണ്ടി വരുമ്പോൾ ആ പാപം ചെയ്ത മനുഷ്യനും എടുത്തുകൊള്ളപ്പെടേണ്ടതിന് 2 കൊരിന്ത്യർ 1:14, 2 കൊരിന്ത്യർ 1:14, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാളിൽ പ്രശംസ എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. ഫിലിപ്പിയർ 1:4, യേശുക്രിസ്തുവിന്റെ നാളോളം തികയ്ക്കും. ഫിലിപ്പിയർ 1:10, ക്രിസ്തുവിന്റെ നാളോളം അവർ പെർഫെക്ഷൻ. ഫിലിപ്പിലേഖനം 2:16, യേശുവിന്റെ നാളിൽ. ഇവിടെയെല്ലാം യേശുക്രിസ്തുവിന്റെ നാള്, ദ ഡേ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യം ഓർക്കണം, അത് പുതിയ നിയമത്തിൽ മാത്രമേ ഉള്ളൂ. അത് പുതിയ നിയമ വിശ്വാസികൾക്ക് വേണ്ടിയാണ്. കർത്താവ് ചരിത്രത്തിൽ ഏർപ്പെട്ട് തന്റെ സഭയെ തന്റെ അടുക്കലായിട്ട് ചേർത്ത് അവരെ ആദരിക്കുകയും അവർക്ക് പ്രതിഫലം കൊടുക്കുകയും ചെയ്യുന്ന ദിവസത്തിനാണ് ഡേ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഡേ ഓഫ് ദ ലോർഡ്, യഹോവയുടെ ദിവസം എന്ന് പറയുമ്പോൾ അത് ഉൽപ്രാവണം കഴിഞ്ഞ് യഹൂദനോട് ദൈവം ഇടപെടുന്ന ഒരു കാലഘട്ടമാണ്. അത് പ്രധാനമായി ഡേ ഓഫ് യഹോവയുടെ ദിവസം എന്ന് പറയുമ്പോൾ ന്യായവിധിയെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. യോവേലിന്റെ പ്രവചനത്തിൽ അതാണ് നമ്മൾ കണ്ടത്. യോവേലിന്റെ പ്രവചനത്തിൽ നമ്മൾ നോക്കിയേ, ആ പദം നോക്കിയേ, 15-ാം വാക്യം, 1:15, യഹോവയുടെ ദിവസം. 2:1, യഹോവയുടെ ദിവസം.
2:11 യഹോവയുടെ ദിവസം. 2:31 യഹോവയുടെ വലുതും ഭയങ്കരമായ ദിവസം. 3:14 യഹോവയുടെ ദിവസം. അവിടെ പറയുന്ന വാക്ക് യഹോവയുടെ ദിവസം എന്നാണ്. യഹോവയുടെ ദിവസം എന്ന് പറയുമ്പോൾ ഡേ ഓഫ് യഹോവ ക്യാൻ ഓൺലി മീൻ വൺ ഡെഫിനിറ്റ് ആൻഡ് ഫോർമൽ ആക്ട് ഓഫ് ജഡ്ജ്മെന്റ് അറ്റ് ദ എൻഡ് ഓഫ് ഓൾ ഹ്യൂമൻ ഹിസ്റ്ററി. മനുഷ്യ ചരിത്രത്തിന്റെ അന്ത്യത്തിൽ ന്യായവിധിയോടുള്ള ബന്ധത്തിൽ ദൈവം ഇടപെടുന്നതിനെ ചൂണ്ടിക്കാണിക്കുകയാണ് യഹോവയുടെ നാളെന്ന് പറയുന്ന ദിവസം. യോവേലിന്റെ പ്രവചനത്തിൽ എന്താ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്, ശ്രദ്ധിച്ചത്? വെട്ടുക്കിളികളെ ദൈവം അയച്ചു അവരെ ശിക്ഷിക്കാൻ, പുഴുവിനെയും വിട്ടിലിനെയൊക്കെ അയച്ചു, അവരുടെ ദേശത്തെ മുഴുവൻ നശിപ്പിച്ചു. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് യഹൂദനെ ഓർപ്പിച്ചുകൊണ്ട് ദൈവം മുന്നോട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. എന്താണ് ആ കാര്യം? അത് യഹോവയുടെ ദിവസത്തെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഡേ ഓഫ് ദ ലോർഡ്, യഹോവയുടെ ദിവസം. അത് യഹൂദന് വരുന്ന ന്യായവിധിയാണ്. ഇനി നമുക്ക് ആ യഹോവ താഴ്വരയിലേക്ക് നമുക്ക് വരാം. നോക്കുക, ഇവിടെ വെട്ടുക്കിളികൾ വന്നതുപോലെ ലോക ജനസംഖ്യ ഇവർക്കെതിരെ കടന്നു വരും എന്ന് രേഖപ്പെടുത്തി. എന്നാൽ വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു പ്രയോഗമാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. 3-ാം അധ്യായത്തിലേക്ക് വീണ്ടും വരാം. അതിന്റെ 1-2 വാക്യം ഒന്ന് നോക്കാട്ടെ. 3-ാം അധ്യായത്തിന്റെ 1-2 വാക്യം. ഞാൻ യഹൂദയുടെയും യെരുശലേമിന്റെ സ്ഥിതി മാറ്റുവാനുള്ള നാളുകളിലും കാലത്തിലും ഞാൻ സകല ജാതികളെയും കൂട്ടി യഹോശ താഴ്വരയിൽ ചെല്ലുമാറാക്കും. എന്റെ ജനം നിമിത്തവും എന്റെ അവകാശമായ ഇസ്രായേൽ നിമിത്തവും അവരോട് വ്യവഹരിക്കും. നോക്കുക, ലോക ജനസംഖ്യ ഇസ്രായേലിന് വിരോധമായി വന്ന് യഹോവയുടെ വലുതും ഭയങ്കരമായ ദിവസത്തിൽ യഹൂദനെ ശിക്ഷിക്കുക മാത്രമല്ല, ഈ ജനതയെ ദൈവം ശിക്ഷിക്കും. എന്നാൽ എന്നാ ഇത് സംഭവിക്കുന്നത്? ദൈവം വളരെ വ്യക്തമായി രേഖപ്പെടുത്തി. ഈ ടൈം എപ്പോഴാണെന്ന് ദൈവം പറഞ്ഞു. എപ്പോഴാണെന്ന് നോക്കാട്ടെ. ദൈവം പറഞ്ഞത് എപ്പോഴാണെന്ന് നോക്കാട്ടെ. ഞാൻ യഹൂദയുടെയും യെരുശലേമിന്റെ സ്ഥിതി മാറ്റുവാനുള്ള നാളിലും കാലത്തും. ഒരു പ്രത്യേക ടൈം ദൈവം പറയുന്നുണ്ട്. അവരുടെ സ്ഥിതിക്കൊരു മാറ്റം വരുന്ന നാൾ നമ്മൾ പ്രവചനത്തിലൂടെ കണ്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. യഹൂദനെ ദൈവം അവഗണിച്ച് യാതൊരു കരുണയും അവരോട് കാണിക്കാതെ അവരെ ലോകത്തിൽ ദൈവം തള്ളിക്കളഞ്ഞു. യേശുക്രിസ്തു അവരുടെ മധ്യത്തിൽ വന്നു. ആ കർത്താവിനെ അവർ ക്രൂശിച്ചു. ഞങ്ങൾക്ക് ബർബാസിനെ മതി. അവരുടെ മധ്യത്തിൽ അവരെ സ്നേഹിച്ചുകൊണ്ട് ഇറങ്ങി വന്ന, അവർക്ക് വാഗ്ദത്തം ചെയ്ത മശിയെ അവർ തള്ളിക്കളയുമ്പോൾ നമ്മൾ ഓർക്കണം, ദൈവം അവരെ തള്ളിക്കളയുകയാണ്. അവരുടെ ഭ്രംശം, റോമർ 11:15, അവരുടെ ഭ്രംശം, കാസ്റ്റിംഗ് ഓഫ് ദം. ദൈവം യഹൂദനെ തള്ളിക്കളഞ്ഞു സ്പെഷ്യൽ ഫേവറിൽ നിന്ന്. അവനെ തള്ളിക്കളഞ്ഞപ്പോൾ അവന്റെ സ്പെഷ്യൽ ഫേവറിലേക്ക് ജാതികളിൽ നിന്നൊരു ജനത്തെ എടുക്കുകയാണ്. അതാണ് ദൈവസഭ. ആ കൃപയിലേക്ക് നമ്മളെ എടുത്തു. ഒരു വിധത്തിലും ദൈവം ഇടപെടുന്നില്ല. എന്നാൽ ഇവിടെ രേഖപ്പെടുത്തുന്നു, ചരിത്രത്തിനൊരു പ്രത്യേക സമയമുണ്ട് ദൈവം അവരുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുന്നു. ഞാൻ 1-2 ഭാഗം ഒന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ. യെരമ്യാ പ്രവചനം മാത്രം എടുത്താലും മതി ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി. യെരമ്യാ പ്രവചനം ഒന്ന് നോക്കാട്ടെ. എന്റെ സഹോദരന്മാരെ, എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾക്ക് ഇതറിയാമായിരിക്കും. പക്ഷേ ഒരാളെങ്കിലും, ഈ പ്രസംഗം കേൾക്കുന്ന ഒരാളെങ്കിലും നമ്മൾ ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെന്ന് അറിയാതിരിക്കുന്നെങ്കിൽ ഞാൻ ഈ വായിക്കുന്ന വാക്യങ്ങൾ അവരെ അത് ബോധ്യമാക്കട്ടെ. യെരമ്യാ പ്രവചനം 30-ാം അധ്യായം എടുക്കുമ്പോൾ ഏതാണ്ട് 2400 വർഷം മുമ്പ് പ്രവാചകനായ യെരമ്യാവിനോട് ദൈവം പറഞ്ഞു, നീ ഇത് പുസ്തകത്തിൽ എഴുതി വെക്കണം. അത് 1-2 വാക്യത്തിലും ഒരു പുസ്തകത്തിൽ എഴുതി വെക്കണം. എന്താ എഴുതി വെക്കാൻ പറഞ്ഞത്? 3-ാം വാക്യം നോക്കാട്ടെ. ഞാൻ ഇസ്രയേലും യഹൂദയുമായി എന്റെ ജനത്തിന്റെ പ്രവാസം മാറ്റുവാനുള്ള കാലം എന്ന് വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാർ കൊടുത്ത ദേശത്തിലേക്ക് അവരെ മടക്കി വരുത്തും, അവർ അതിനെ കൈവശമാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ യഹൂദനെ ദൈവം മടക്കി കൊണ്ടുവരും. അങ്ങനെ ഒരു കാലം വരുമെന്ന്
പ്രവാചകനിലൂടെ രേഖപ്പെടുത്തി. അങ്ങനെ ഒരു കാലം വന്നു. അസാധ്യങ്ങളുടെ നടുവിൽ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് തന്നെ അവരെ കൊണ്ടുപോകും. യിരെമ്യാവ് തന്നെ 32-ാം അധ്യായം നോക്കിയാട്ടെ. 32-ാം അധ്യായം അതിന്റെ 37-ഉം 38-ഉം വാക്യം നോക്കാം. 37-ഉം 38-ഉം വാക്യം. എന്റെ കോപത്തിലും ക്രോധത്തിലും മഹാരോഷത്തിലും ഞാൻ അവരെ നീക്കിക്കളഞ്ഞ സകല ദേശങ്ങളിലും ഞാൻ അവരെ ശേഖരിക്കും. ഞാൻ അവരെ ഈ സ്ഥലത്തിലേക്ക് മടക്കി വരുത്തും. അതിൽ നിർഭയമായി വസിക്കും. അവർ എനിക്ക് ജനവും ഞാൻ അവർക്ക് ദൈവമായിരിക്കും. ആദ്യത്തെ ഭാഗം നിവർത്തിക്കപ്പെട്ടു. ദൈവം കോപത്തോടുകൂടി അവരെ നീക്കിക്കളഞ്ഞ സകല ദേശങ്ങളിൽ നിന്നും അവരെ ശേഖരിക്കും. ഇന്ന് യഹൂദനെ നാം നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്. ഏതാണ്ട് 130 രാജ്യത്ത് നിന്ന് ശേഖരിച്ചവരാ അവരെ മടക്കി കൊണ്ടുവന്നു. അതിന്റെ ശേഷമാണ് ദൈവം അവരെ ദൈവത്തെ അറിയുവാൻ ഇടയാക്കി മാറ്റുന്നത്. 42-ാം വാക്യം നോക്കി. അതേ അധ്യായത്തിന്റെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ ഈ ജനത്തിന് വലിയ അനർത്ഥമൊക്കെയും വരുത്തിയതുപോലെ തന്നെ ഞാൻ അവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന എല്ലാ നന്മയും അവർക്ക് വരുത്തും. ദൈവം അവരെ മടക്കി കൊണ്ടുവരികയും അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശം അവർ കൈവശപ്പെടുത്തുകയും ചെയ്യും. മാത്രമല്ല, അവർക്ക് വാഗ്ദത്തം ചെയ്ത നന്മകളൊക്കെ അവരനുഭവിക്കാൻ പോവുകയാണ്. അവർ ദൈവത്തെ അറിയാൻ പോവുകയാണ്. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ ഇവിടുത്തെ 37-ാം അധ്യായം, യിരെമ്യാവ് തന്നെ 37-ന്റെ 7-ാം വാക്യം. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അരുളപ്പാട് ചോദിപ്പീൻ, നിങ്ങൾ എന്റെ അടുക്കൽ അയച്ച യഹൂദ രാജാവിനോട് നിങ്ങൾ പറയേണ്ടത്, ക്ഷമിക്കണേ, 33 ഐ എം റോങ്. 33-ന്റെ 7-ാമത്തെ വാക്യം. ഞാൻ യഹൂദയുടെയും പ്രവാസികളെയും ഇസ്രായേലിന്റെ പ്രവാസികളെയും മടക്കി വരുത്തി പണ്ടത്തെ പോലെ അവർക്ക് അഭിവൃദ്ധി വരുത്തി. നമ്മൾ ഈ വായിച്ച വേദഭാഗത്തിൽ കണ്ടു, ദൈവം ഒരു പ്രത്യേക കാലഘട്ടം പറഞ്ഞു. യഹൂദയുടെയും യെരുശലേമിന്റെയും സ്ഥിതിക്ക് മാറ്റം വരുന്നതാണ്. ഞാൻ അവരെ മടക്കി കൊണ്ടുവരുന്ന ദിവസം, അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശം കൈവശമാക്കുന്ന നാളുകൾ. എന്റെ സഹോദരന്മാരെ, 130 രാജ്യത്ത് നിന്ന് അവരെ പെറുക്കി കൊണ്ടുവന്നു ദൈവം. പക്ഷെ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തിന്റെ ഒരു ചെറിയ ഭാഗമേ അവർ കൈവശപ്പെടുത്തിയിട്ടുള്ളൂ. ഇന്ന് ഒരു ചെറിയ അംശമേ കൈവശപ്പെടുത്തി. നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം എടുത്താട്ടെ, അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത സ്ഥലം ഏതാണെന്നും നോക്കാം. ഇന്നത്തെ ഏറ്റവും വലിയ കോൺട്രവേഴ്സി ഇതാണല്ലോ. അറേബ്യൻ രാജ്യങ്ങൾ പറയുന്നു ഇത് ഞങ്ങളുടെ സ്ഥലമാണ്. ഇന്നലെയും ഒരു 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 വാട്സപ്പ് മെസ്സേജിൽ ഞാൻ കാണുകയാണ്, ഒരു ഇസ്രായേൽ പടയാളിയോട് ഒരു ചെറിയ അറബി ബാലൻ അവിടെ നിന്ന് പറയുന്നു ഇതെന്റെ സ്ഥലമാണ്. അറബികൾ ചെറുപ്പം മൊത്ത ചെറിയവർ മുതൽ വലിയവർ വരെ പറയുന്നത് ഇത് ഞങ്ങളുടെ ഭൂമിയാണ്, നിങ്ങൾ ഇതിനെ വന്ന് കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. ബൈബിളിൽ ഒരു കാര്യം പറയുന്നു, സങ്കീർത്തനങ്ങളിൽ വായിക്കുന്നു, ഭൂമിയും അതിന്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാണ്. ഈ ഭൂമി ആരുടെ വകയാണ്? യഹോവയ്ക്കുള്ളതാണ്. ഈ ഭൂമിയിൽ നിന്ന് ദൈവം ഒരു പ്രത്യേക സ്ഥലം മാർക്ക് ചെയ്തെടുത്ത് മാറ്റി അത് യഹൂദന് കൊടുത്ത സ്ഥലമാണ്. നമ്മളത് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ വായിക്കും. ഞാനതിന്റെ വിശദീകരണത്തിൽ പോകുന്നില്ല. 1-2 കാര്യം അവിടെ നിന്ന് ഞാൻ ഓർപ്പിക്കാം. നോക്കുക, അബ്രഹാം മക്കളില്ലാത്തവനായിരുന്നു. ദൈവവും അബ്രഹാമായിട്ടൊരു സംഭാഷണം അതിന്റെ ആരംഭ സമയത്ത് 2-ാം വാക്യത്തിന്റെ അവസാനം അവിടെ പറയുന്നുണ്ട്, ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ, എന്റെ അവകാശി ദമ്മേശേക്കുകാരനായ ഏലിയാസാർ അത്രേ, സിറിയക്കാരനായ ഈ ഏലിയാസാർ എന്റെ അവകാശിയായി മാറും. അതാ ദൈവം പറഞ്ഞു, അല്ലല്ല, നിന്റെ കടിപ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ചവൻ തന്നെ ഞാൻ എങ്ങനെ അതറിയും? വൃദ്ധനായ അബ്രഹാം ചോദിക്കുകയാണ്, ഞാനത് എങ്ങനെ അറിയും? ദൈവം മറുപടി പറയുന്നത്, നീ 5 യാഗവസ്തുക്കളെ എടുക്കാൻ 9-ാം വാക്യത്തിൽ വായിക്കും. അവയെ ഒത്ത നടുവെ പിളർന്നു വെക്കാൻ പറഞ്ഞു. അബ്രഹാം പിളർന്നു വെച്ചിട്ട് റാഞ്ച പക്ഷികളെയൊക്കെ ആട്ടി ഓടിച്ച് ഇരിക്കുമ്പോൾ അബ്രഹാമിന് 12-ാം വാക്യം,
സൂര്യൻ അസ്തമിച്ചപ്പോൾ അബ്രഹാമിന് ഒരു ഗാഠനിദ്ര വന്നു. ഭീതിയും അന്ധതമസ്സും അവന്റെ മേൽ വീണു. അവൻ ഭയപ്പെട്ടിരിക്കുകയാണ് ഈ പിളർക്കപ്പെട്ട യാഗ വസ്തുക്കളുടെ മുമ്പിൽ. അതിന് 17-ാം വാക്യം, സൂര്യൻ അസ്തമിച്ചിരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചൂള ഭാഗത്തിന്റെ നടുവേ ജ്വലിക്കുന്ന ഒരു പന്തമായി കടന്നുപോയി. അന്ന് യഹോവ അബ്രഹാമിനോട് നിയമം ചെയ്തു. യിരെമ്യാവ് 34:16 തൊട്ട് വായിച്ചാൽ, യിരെമ്യാവ് 34:16 തൊട്ട് വായിച്ചാൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: കാളക്കുട്ടികളെ രണ്ടായി പിളർന്നു വെച്ച് അതിന്റെ നടുവിലൂടെ കടന്ന് എന്നോട് നിയമം ചെയ്തവരെ. യഹൂദന്റെ മധ്യത്തിൽ ഒരിക്കലും ലംഘിക്കാത്ത ഉടമ്പടി എന്ന് പറയുന്നത് രക്ത ഉടമ്പടിയാണ്. ഒരു യാഗവസ്തുവിനെ പിളർന്നു വെച്ചിട്ട് ഈ രണ്ടുപേരും അതിന്റെ നടുവിലൂടെ കടന്നുപോയാൽ മരിച്ചാലും ശരി, ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ കീപ്പ് ചെയ്യും. അതിന് പറയുന്നത് രക്ത ഉടമ്പടി. അതാണ് യിരെമ്യാവ് 34:18-16 തൊട്ട് വായിക്കുന്ന ഭാഗം. കാളക്കുട്ടികളെ രണ്ടായി പിളർന്നു വെച്ച് അതിന്റെ നടുവിലൂടെ കടന്ന് എന്നോട് നിയമം ചെയ്തു. ഇവിടെ അബ്രഹാമിനോട് ദൈവം ഒരു നിയമം ചെയ്തു. 5 യാഗവസ്തുക്കൾ പിളർന്നു വെച്ചു. അതിന്റെ നടുവിലൂടെ തീപ്പന്തം കടന്നുപോയി. അത് ദൈവത്തിന്, നമുക്കറിയാം, മോശയെ വിളിക്കുമ്പോൾ ഒരു തീജ്വാലയിൽ അവൻ പ്രത്യക്ഷം, ഉൾപ്പടർപ്പിൽ തീജ്വാല, അവരുടെ മേൽ ഒരു അഗ്നിസ്തംഭം. ഇവിടെയും നമ്മൾ വായിക്കുന്നു, ഈ പിളർക്കപ്പെട്ട യാഗവസ്തുക്കളുടെ പിറകെ ആ തീപ്പന്തം കടന്നുപോയി, തീച്ചൂളം കടന്നുപോയി. അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു ഉടമ്പടി ചെയ്തു. എന്തുവാ ഉടമ്പടി? അതിന്റെ 18-ാമത്തെ വാക്യം. എന്റെ എല്ലാ സഹോദരന്മാരും വന്ന് നോക്കണേ. അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു: നിന്റെ സന്തതിക്ക് ഇത്രയും നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ തന്നിരിക്കുന്നു. ദൈവം യഹൂദന് കൊടുത്ത ലാൻഡിന്റെ ബൗണ്ടറി പറയുകയാണ്. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ദൈവത്തിനുള്ളതാണ്. ഇവിടെ ദൈവമാണ് ഉടമ്പടി ചെയ്തത്. അബ്രഹാമിനെ നടത്തിയില്ല യാഗവസ്തുക്കളുടെ നടുവിലൂടെ. ദൈവം അതിന്റെ നടുക്ക് നടന്ന്, ദൈവം ഒരു തീച്ചൂളയായി തീപ്പന്തമായി അതിന്റെ നടുവിലൂടെ കടന്നുപോയി അബ്രഹാമിനോട് ഒരു നിത്യ ഉടമ്പടി അവൻ ചെയ്തു. ഇത് നിനക്ക് നിന്റെ സന്തതിക്കുക. ആ ഉടമ്പടി നമ്മൾ ഓർക്കണം. അതിന്റെ 17-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ, ഞാൻ നിനക്ക് നിന്റെ ശേഷം നിന്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്ത കനാൻ ദേശമൊക്കെയും ശാശ്വത അവകാശമായി തരും. ഞാൻ അവർക്ക് ദൈവമായിരിക്കും. ശാശ്വത അവകാശം എന്ന് പറഞ്ഞാൽ എറ്റേണൽ കവനന്റ്, നിത്യ ഉടമ്പടി. ദൈവം രക്ത ഉടമ്പടിയിലൂടെ, നിത്യ ഉടമ്പടിയിലൂടെ അബ്രഹാമിന് വാക്ക് പറഞ്ഞിരിക്കുകയാണ്: ഈ ദേശം നിനക്കുള്ളതാണ്, നിന്റെ സന്തതിക്കുള്ളതാണ്. അബ്രഹാമിനും അബ്രഹാമിന്റെ മക്കൾക്കുമുള്ളതാണ് ഈ സ്ഥലം. എന്റെ പ്രിയപ്പെട്ടവരെ, നാം അത് മറക്കാതെ നാം അത് ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ ഈ ഭാഗമൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്തോറും എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, 47 പ്രാവശ്യം 47 ടൈംസ് ദൈവം തിരുവചനത്തിൽ സത്യം ചെയ്ത് പറയുന്നുണ്ട്: ഈ സ്ഥലം നിനക്കും നിന്റെ സന്തതിക്കുമുള്ളതാണ്. 47 പ്രാവശ്യം. എന്തിനാ ദൈവം അത് പറയുന്നത്? ഇന്ന് ലോകം മുഴുവൻ, ഇന്നത്തെ പ്രശ്നം മുഴുവൻ ഇസ്രയേൽ വന്ന് അറബികളുടെ ദേശം കൈവശപ്പെടുത്തിയെന്നും ആ ദേശം അവർ വിട്ടുകൊടുക്കണം, ഹാമാസും PLOയും ഒക്കെ രൂപപ്പെട്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇസ്രയേലിനെ തുടച്ചു നീക്കണം, അവരിവിടെ വേണ്ട. 67-ലെ യുദ്ധം നമുക്കറിയാം. 67-ലെ വാറ്, അബ്ദുൽ നാസറിന്റെ നേതൃത്വത്തിൽ അന്ന് നടന്ന യുദ്ധം ഏതാണ്ട് 5 രാജ്യങ്ങളല്ല 12 രാജ്യം വരെ ഉണ്ടായിരുന്നു അതിന്റെ പുറകിൽ എന്ന് പറയുന്നു. ഈ 5 രാജ്യങ്ങളുടെ സൈന്യം വളഞ്ഞ് എല്ലാ സന്നാഹങ്ങളും ഒരുങ്ങിയിട്ട് 100% അവർക്ക് അറിയാം ഇസ്രയേലിനെ പരാജയപ്പെടുത്താൻ പോവുകയാണ്. അന്ന് അബ്ദുൽ നാസർ പറഞ്ഞു, നാം യഹൂദനെ എന്നേക്കുമായി തുടച്ചു കളയാൻ പോവുകയാണ്, മെഡിറ്ററേനിയൻ കടലിലേക്ക് അവരെ തള്ളിക്കളയാൻ പോവുകയാണ്. എന്താ അവരെ തള്ളിക്കളയാഞ്ഞത്? എന്താ അവരെ തുടച്ചു കളയാഞ്ഞത്? അവരെ മടക്കി കൊണ്ടുവന്നത് മറ്റാരുമല്ല, ദൈവമാണ്. ദൈവം 47 പ്രാവശ്യം ബൈബിളിൽ സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്: ഈ ദേശം നിനക്കും നിന്റെ സന്തതിക്കുമുള്ളതാണ്. ലോകജാതികൾ, ഞാൻ പറയട്ടെ, ഞാൻ 2 വാക്യം കൂടെ ചേർത്ത് വായിച്ചോട്ടെ. സങ്കീർത്തനങ്ങൾ 33
സങ്കീർത്തനങ്ങൾ 33. ഞാൻ ഈ ഭാഗമൊക്കെ ധ്യാനിക്കുമ്പോൾ എന്റെ മനസ്സിൽ കൂടെ അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്ന ചില വാക്യങ്ങളാണ്. സങ്കീർത്തനങ്ങൾ 33 10-11 വാക്യം. യഹോവ ജാതികളുടെ ആലോചന വ്യർത്ഥമാക്കുന്നു. നേഷൻസിൻ്റെതെന്നാണ് ജാതികൾ എന്ന് പറഞ്ഞാൽ. യഹോവ ജാതികളുടെ ആലോചന വ്യർത്ഥമാക്കുന്നു, വംശങ്ങളുടെ നിരൂപങ്ങളെ നിഷ്ഫലമാക്കുന്നു. യഹോവയുടെ ആലോചന ശാശ്വതമായും അവന്റെ ഹൃദയവിചാരങ്ങൾ തലമുറയായും നിൽക്കുന്നു. എന്റെ സഹോദരന്മാരെ, ജാതികളുടെ ആലോചനകളെ വ്യർത്ഥമാക്കുമ്പോൾ യഹോവയുടെ ആലോചന ശാശ്വതമായി നിൽക്കും. ഒരു വാക്യം കൂടെ, യെശയ്യാവ് 46. ദൈവമക്കളായി നമുക്കറിയാം, എന്നാൽ നാം അത് വായിക്കുമ്പോൾ വീണ്ടും നമുക്ക് ഒന്നുകൂടെ ഒരു ഉറപ്പ് കിട്ടുകയാണ്. നമ്മുടെ മനസ്സിൽ ഒരു ആനന്ദം മാത്രമല്ല, ഒരു ഉറപ്പ് കൂടെ നമുക്ക് കിട്ടുകയാണ്. യെശയ്യാപ്രവചനം 46-ാമത്തെ അധ്യായം അതിന്റെ 10-ാം വാക്യം നോക്കിക്കാട്ടെ. ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പുള്ളത് ഞാൻ പ്രസ്താവിക്കുന്നു. എന്റെ ആലോചന നിവൃത്തിയാണ്. എന്താണ് ആലോചന? നിനക്കും നിന്റെ സന്തതിക്കും. ഇവിടെ വായിക്കുന്നു, മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ദേശം തന്നിരിക്കുന്നു. ജാതികളുടെ ആലോചനകൾ വ്യർത്ഥമാണ്, എന്റെ ആലോചന നടക്കും. ഇസ്രായേലിന്റെ ഭൂമിയില്ലാതെ അവർ ഭൂമിയിൽ ഉഴന്നു നടന്നു ഏതാണ്ട് 1800 വർഷം. ദൈവം അവരെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടിവരുത്തി അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തിൽ, നാം ആ ഭാഗം ഓർക്കണം, മറ്റ് ദേശങ്ങളിലേക്ക് അവരെ പാർപ്പിക്കാൻ ശ്രമിച്ചതാണ്. 17 സ്ഥലങ്ങൾ വെച്ച് നീട്ടി. ഇവിടെ ഗൗരവമായി ഞാൻ ഒരു കാര്യം ഓർപ്പിക്കാൻ പോവുകയാണ്. ഇസ്രായേലിന് UN സ്ഥലം കൊടുക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവരുടെ രാജ്യത്തിന്റെ വിസ്തൃതി ഏതാണ്ട് 5000 സ്ക്വയർ മൈലേ ഉള്ളൂ. 5000 സ്ക്വയർ. എന്നാൽ എന്ത് സംഭവിച്ചു? 13 മാസം നീണ്ടുനിന്ന യുദ്ധം. ഇസ്രായേൽ രാജ്യമായി തീർന്നതിന്റെ പിറ്റേ ദിവസം യുദ്ധം ആരംഭിച്ചു. 13 മാസം നീണ്ടുനിന്നു ആ യുദ്ധം. ആ യുദ്ധം അവസാനിക്കുമ്പോൾ അവരുടെ ഭൂമിയുടെ വലുപ്പം 8000 സ്ക്വയർ മൈൽ. ഓരോ യുദ്ധങ്ങൾ കഴിയുന്നു. 67 യുദ്ധം. വെസ്റ്റ് ബാങ്ക് പിടിച്ചു, സീനായ് പിടിച്ചു, ഗോളൻ ഹൈറ്റ്സ് പിടിച്ചു, ഗാസയുടെ പ്രദേശം പിടിച്ചു. ഈ ഭൂമികളൊക്കെ അവർ പിടിച്ചു. ഇനി ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ മനസ്സിൽ ഈജിപ്തിലെ നദി തൊട്ട് സിറിയയിലൂടെ ഒഴുകുന്ന അല്ലെങ്കിൽ ഇറാഖിലൂടെ ഒഴുകുന്ന യൂഫ്രട്ടസ് നദി വരെയുള്ള സ്ഥലം കൊടുക്കണം. നിങ്ങളൊരു മാപ്പ് എടുത്ത് നോക്കിയാലൊന്ന് അറിയാം എത്രയും സ്ഥലമുണ്ടെന്ന് അറിയാമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഏതൊക്കെ രാജ്യമാണ് മനോഹരമെന്ന് പറഞ്ഞ ലെബനോന്റെ പ്രദേശം, ഇറാഖിന്റെ പ്രദേശം, സൗദി അറേബ്യയുടെ പ്രദേശം, എണ്ണ കിണറുകളും എണ്ണ ധാതുവർഗങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ആ കുവൈറ്റ്, ഇറാഖ്, ആ സൗദി അറേബ്യ മുതലായ രാജ്യങ്ങളുടെ പ്രദേശങ്ങൾ, ഈജിപ്തിന്റെ നൈൽ നദിയുടെ ആ ഫലഭൂഷ്ടമായ ദേശങ്ങൾ, ഇസ്രയേലിന്റെ പ്രദേശം, ജോർദാന്റെ പ്രദേശം, ഈ പ്രദേശങ്ങളെല്ലാം കൂടെ ചേർന്നതാണ് ഈ പറഞ്ഞ ഭൂമി. ഒരു മാപ്പ് എടുത്ത് വെച്ച് നോക്കണം. ചുമ്മാതെ മാപ്പ് എടുത്ത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കണം. നമുക്ക് വളരെ സന്തോഷം തോന്നും, നമ്മുടെ മനസ്സിൽ വളരെ ആനന്ദം തോന്നും. യെസ്, യെസ്, നോക്കിയാട്ടെ, ആ പ്രദേശം കണ്ടോ? അതായത് യൂഫ്രട്ടസ് നദി ഒഴുകുന്ന കണ്ടോ? ആ ഇറാഖ് എന്ന് പറഞ്ഞ സ്ഥലത്തൂടെ ഒഴുകുന്ന നദി യൂഫ്രട്ടസും ടൈഗ്രീസുമാണ്. കണ്ടോ അവിടെ ഒഴുകുന്ന ദേശം? മെസൊപ്പൊട്ടേമിയ എന്ന് പറഞ്ഞാൽ, അതെ, 2 നദികളുടെ മധ്യമാണ് ഈ ടൈഗ്രീസ് എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഈ സിറിയയുടെ ഏറ്റവും അറ്റത്തൂടെ ഒഴുകുന്ന അതാണ് യൂഫ്രട്ടസ് നദി. അവിടം തൊട്ട് നോക്കുക, ഈജിപ്തിന്റെ നടുവിലല്ല, സൈഡിൽ കൂടെ ഒഴുകുന്ന നദി. ഇത്രയും സ്ഥലം ഏതൊക്കെ രാജ്യം വരുമെന്ന് നോക്കൂ. സിറിയ മുഴുവൻ, മനോഹരമായി സിറിയ, ലെബനോൻ, ഇറാഖിന്റെ പ്രദേശം, ജോർദാന്റെ പ്രദേശം, ഈജിപ്തിന്റെ പ്രദേശം. എന്റെ സഹോദരന്മാരെ, ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ ദൈവം വാഗ്ദത്തം ചെയ്ത് കൊടുത്തതാണ് അബ്രഹാമിന്റെ സന്തതി. നിനക്ക് നിന്റെ ശേഷം നിന്റെ സന്തതി. ഇന്ന് വരെ ഈ ഭൂമി കിട്ടിയിട്ടില്ല. ഈ ഭൂമി എങ്ങനെ കിട്ടും? ഒരു വലിയ ക്രൈസിസിന്റെ ശേഷമേ കിട്ടുന്നു. നമുക്ക് യോവേൽ പ്രവചനത്തിൽ കടന്നു വരാം.
നോക്കുക, ദൈവം എന്തിനാണ് സകല ജാതികളെയും മടക്കി കൊണ്ടുവരുന്നത്? യഹൂദരുടെയും യെരൂശലേമിന്റെ സ്ഥിതി മാറ്റുവാനുള്ള നാളുകളിലും ഞാൻ സകല ജാതികളെയും യഹോശാഫാത്ത് താഴ്വരയിൽ കൊണ്ടുവരുമാറാക്കും. ഞാനിതൊന്ന് വിശദീകരിച്ചോട്ടെ. 1967 ഇസ്രായേൽ പിടിച്ചെടുത്തതാണ് ഇന്നത്തെ പ്രശ്നമുഖരിതമായ ഗാസ, വെസ്റ്റ് ബാങ്ക്, സീനായുടെ പ്രദേശം, അതുപോലെ ഗോളാൻ ഹൈറ്റ്സ്. ഇസ്രായേൽ പിടിച്ചെടുത്തതാണ്. ഇസ്രായേലിന്റെ ഒരു പടമുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കാണാനായിട്ട് സാധിക്കും. യെസ്, ഇസ്രായേലിന്റെ ഏത് പടമെടുത്താലും അത് പ്രത്യേകം മാർക്ക് ചെയ്തിട്ടുണ്ട്. നോക്കുക, ഈ ഇസ്രായേലിന്റെ നടുക്ക് വെള്ള നിറത്തിൽ കാണുന്നു, അതാ വെസ്റ്റ് ബാങ്ക്. അതിന്റെ മുകളിൽ കണ്ടോ ഒരു ചെറിയ പൊട്ടുപോലെ വെള്ള, ഗോളൻ ഹൈറ്റ്സ്. താഴെ ഒരു വെളുത്ത പൊട്ട്, അതാണ് ഗാസ സ്ട്രിപ്പ്. അതിന്റെ താഴെയുള്ളതാണ് സീനായ് പ്രദേശം. സീനായുടെ പ്രദേശം ഈജിപ്തിന് വിട്ടുകൊടുത്തു. ഈ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ ഇന്ന് ലോകത്തിൽ ഒരു വലിയ പ്രശ്നമാണ്. ഇസ്രായേൽ അത് വിട്ടുകൊടുത്താൽ, നിങ്ങൾ നോക്കിയേ, ഇസ്രായേലിന്റെ ആ കരഭൂമിക്ക് ശത്രു രാജ്യവും മെഡിറ്ററേനിയൻ കടലുമായിട്ട് എത്ര ദൂരമുണ്ട്? ഏതാണ്ട് 10-13 കിലോമീറ്റർ കാണും. ഒരു യുദ്ധമുണ്ടായാൽ അവർക്കത് വലിയ പ്രശ്നമായി മാറും. ഇസ്രായേൽ അതുകൊണ്ടാണ് വിലപേശിക്കൊണ്ട് നിൽക്കുന്നത്. എന്നാൽ അന്തർദേശീയ നിബന്ധനകൾ അനുസരിച്ച്, യുഎന്റെ ചാർട്ടർ അനുസരിച്ച് ഒരു രാജ്യത്തിനും മറ്റൊരു രാജ്യത്തിന്റെ സ്ഥലം പിടിച്ചു വെക്കാൻ കഴിയില്ല. എന്നാൽ ഇസ്രായേൽ ഈ സ്ഥലം പിടിച്ചെടുത്തതാണ്. ഇസ്രായേലിന് എതിരായിട്ട് യുഎന്റെ സെക്യൂരിറ്റി കൗൺസിലിൽ ഒരു പ്രബന്ധവും കൊണ്ടുവരാനായിട്ട് കഴിയുന്നില്ല. കാരണം അമേരിക്ക അത് വീറ്റോ ചെയ്യും. ഇനിയും പറയുന്നത് ശ്രദ്ധിക്കണം. എന്നാൽ 2016 ഒരു സംഭവം നടന്നു. 2016 ഡിസംബറിൽ ബാരക് ഒബാമ അധികാരം കൈമാറുന്ന സമയമാണ്. 2016 ഡിസംബർ വരെയുള്ളൂ ബാരക് ഒബാമയുടെ അധികാരം. 2017 ജനുവരിയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരും. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരും. നോക്കുക, ഇതിനകത്ത് വെസ്റ്റ് ബാങ്ക് അവിടെ കാണിച്ചിട്ടുണ്ട്. ഇനിയോ നമുക്ക് മനസ്സിലായി. ഗാസ സ്ട്രിപ്പ്, വെസ്റ്റ് ബാങ്ക്, മോളില് ഡമസ്കസ് എന്ന് എഴുതിയതിന്റെ താഴെയുള്ള സ്ഥലമാണ് ഈ ഗോളൻ ഹൈറ്റ്സ്. അത് സിറിയയിൽ നിന്ന് പിടിച്ചെടുത്തതാണ്. ഇനിയോ നമുക്ക് ഏതാണ്ട് മനസ്സിലാകുന്നുണ്ട് ആ പ്രദേശങ്ങൾ. ഏതായാലും ഈ സംഭവം ഒന്ന് ശ്രദ്ധിക്കുക. 2016 ഡിസംബർ എൻഡ് വരെയുള്ളൂ ബാരക് ഒബാമയുടെ അധികാരം. അമേരിക്ക ഒരു പ്രാവശ്യം പോലും ഇസ്രായേലിന് വിരോധമായ ഒരു പ്രബന്ധം യുഎൻ സെക്യൂരിറ്റി കൗൺസിൽ പാസ്സാക്കാൻ അനുവദിച്ചിട്ടില്ല. അത് വീറ്റോ ചെയ്യും. ലോകത്തിലെ ഏറ്റവും ശക്തി കൂടിയ ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ യുഎൻ സെക്യൂരിറ്റി കൗൺസിലാണ്. സെക്യൂരിറ്റി കൗൺസിലിൽ 15 രാജ്യങ്ങളുടെ അംഗസംഖ്യവും ലോകത്തിലെ വൻ ശക്തികൾ അതിനകത്തുണ്ട്. അതിലേതാണ്ട് 5 രാജ്യങ്ങൾക്ക് വീറ്റോ പവറുണ്ട്. കാരണം അവർ ലോകമഹായുദ്ധം അവരിൽ നിന്ന് ആരംഭിക്കരുത്, അവർ ലോകത്തിൽ പ്രശ്നമാകരുത്. അതുകൊണ്ട് അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ വീറ്റോ ചെയ്യാം. അധികാരം ചൈന, റഷ്യ, അമേരിക്ക, ഇങ്ങനെയുള്ള ന്യൂക്ലിയർ ആയുധങ്ങളുള്ള ബ്രിട്ടന് രാജ്യങ്ങൾക്ക് വീറ്റോ ചെയ്യാൻ അധികാരമുണ്ട്. അതിൻ്റെ കൂടെ മറ്റ് രാജ്യങ്ങളൂടെ ചേർന്ന് ഏതാണ്ട് 15 രാജ്യങ്ങളാണ് സെക്യൂരിറ്റി കൗൺസിലിൽ. ഒരു പ്രബന്ധം പോലും ഇന്നുവരെ ഇസ്രായേലിന് വിരോധമായി പാസ്സാക്കിയിട്ടില്ല. എന്നാൽ 2016 ഡിസംബറിൽ ബാരക് ഒബാമ അധികാരം മാറുന്നതിന് ഏതാനും ദിവസം മുമ്പ് യുഎൻ സെക്യൂരിറ്റി കൗൺസിലിൽ ഒരു പ്രബന്ധം അവതരിപ്പിക്കപ്പെട്ടു. ഇസ്രായേൽ പിടിച്ചെടുത്ത സ്ഥലത്ത് നിന്ന് പിന്മാറും. 67 അവർ പിടിച്ചെടുത്ത സ്ഥലത്ത് നിന്ന് അതിനു മുമ്പുള്ള അതിരിലേക്ക് അവർ മാറണം. സാധാരണ അമേരിക്ക വീറ്റോ ചെയ്യും. പക്ഷേ ഈ ബാരക് ഒബാമ അധികാരം മാറുന്നതിന് മുമ്പ് മൗനമായി ഇരുന്ന് അത് പാസ്സാക്കിയെടുത്തു. എന്നാൽ ഒരു പ്രബന്ധം പാസ്സാക്കിയെടുത്താൽ
അത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നെങ്കിലേ അത് നടക്കുകയുള്ളൂ. UN സെക്യൂരിറ്റി കൗൺസിൽ പാസ്സാക്കിയാൽ അടുത്ത നടപടി അത് പ്രായോഗികമാക്കുകയാണ്. എന്നാൽ ഇത് പ്രായോഗികമാക്കാൻ സാധിച്ചില്ല. കാരണം ജാനുവരി ആയപ്പോൾ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നു. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയെ സപ്പോർട്ട് ചെയ്തു. സാധിച്ചില്ല. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഈ സമയത്താണ് ഡൊണാൾഡ് ട്രംപ് വന്ന് 2017 അദ്ദേഹം പ്രഖ്യാപിക്കുന്നു അമേരിക്കൻ എംബസി യെരുശലേമിലോട്ട് മാറ്റുകയാണ്. യെരുശലേമാണ് ഇസ്രായേലിന്റെ തലസ്ഥാനം എന്ന് പറഞ്ഞപ്പോൾ ലോകത്തിലെ 57 ഇസ്ലാമിക് രാജ്യങ്ങൾ, ടർക്കിയുടെ ഒരു സ്ഥലമായ ഈസ്റ്റാംബൂളിൽ 57 രാജ്യങ്ങൾ ഒന്നിച്ചു കൂടുകയാണ് ഇതിനെതിരായിട്ട്. എന്നാൽ ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ, ഇപ്പോൾ ഈ യുദ്ധം നടക്കുന്ന ഗാസ യുദ്ധം, ഈ ഗാസ യുദ്ധം നടക്കുമ്പോൾ ഞാൻ വരുന്ന വാർത്തകൾ ശ്രദ്ധിക്കുന്നുണ്ട് വളരെ. പ്രത്യേകിച്ച് ഞാൻ റഷ്യൻ പ്രസിഡന്റ് പറയുന്നതൊക്കെ ശ്രദ്ധിക്കും. പുടിൻ പറഞ്ഞൊരു വാക്ക് ഞാൻ പറയട്ടെ, ഞാനത് അതുപോലെ കുറിച്ചെടുത്തു. പുടിൻ പറയുകയാണ്, Putin said the non-implementation of decision of UN Security Council on an independent Palestine state is the root of all problems. എല്ലാ പ്രശ്നങ്ങളുടെയും, ഗാസയുടെയും പലസ്തീന്റെയും വെസ്റ്റ് ബാങ്കിന്റെയും എല്ലാ പ്രശ്നങ്ങളുടെയും അടിത്തറ എന്താണെന്ന് ചോദിച്ചാൽ, UN സെക്യൂരിറ്റി കൗൺസിൽ പാസ്സാക്കിയത്, ഒരു പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാൻ പാസ്സാക്കിയത് പ്രായോഗികമാക്കാത്തതാണ് പ്രശ്നം. കണ്ടോ, ഈ ഗാസ പ്രശ്നം കഴിഞ്ഞപ്പോൾ പുടിന്റെ വായിൽ നിന്ന് വന്നത് UN സെക്യൂരിറ്റി കൗൺസിൽ പാസ്സാക്കിയിട്ടുണ്ട്. അതായത് ഇസ്രായേൽ 67 പിടിച്ചെടുത്ത സ്ഥലങ്ങൾ കൊടുത്ത് ഇൻഡിപെൻഡന്റ് പലസ്തീൻ രാഷ്ട്രമുണ്ടാക്കണം. എന്തിനാണ് ഈ ഹമാസ് ഒക്കെ ഈ അറ്റാക്ക് ചെയ്യുന്നത്? ഇസ്രായേൽ തങ്ങളൊരു രാജ്യമായി തീരാൻ അനുവദിക്കാത്തത് കൊണ്ട് യെരുശലേം തലസ്ഥാനമായി, കിഴക്കൻ യെരുശലേം തലസ്ഥാനമായി ഒരു പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കണം. അങ്ങനെ രൂപീകരിക്കണമെങ്കിൽ 67 ഇസ്രായേലിന്റെ അതിരെവിടെയായിരുന്നു അവിടേക്ക് അവർ മാറണം. പുടിൻ പറഞ്ഞത് കണ്ടോ? പുടിൻ പറയുകയാണ്, ഈ പ്രശ്നങ്ങളുടെ എല്ലാം അടിത്തറ, വാസ്തവത്തിൽ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, അതിന്റെ എല്ലാം അടിത്തറ UN സെക്യൂരിറ്റി കൗൺസിൽ പാസ്സാക്കിയ പ്രബന്ധം ഒരു ഇൻഡിപെൻഡന്റ് പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാത്തതാണ് ഇതിന്റെ എല്ലാം അടിത്തറ. ഇപ്പോൾ നടക്കുന്ന ഗാസ യുദ്ധം പ്രശ്നമാണ്. ഇവിടെ ഈ യുദ്ധത്തിൽ ഇസ്രായേൽ ജയിച്ചേക്കും. ആരും ഈ പറയുന്നു, ഇറാൻ പറയുന്നു ഞങ്ങൾ ഇടപെടും, സിറിയ പറയുന്നു ഞങ്ങൾ ഇടപെടും. ആരും എന്നെ ഇടപെടാത്ത, ഇടപെടാൻ ബുദ്ധിമുട്ടാണ്. അമേരിക്കയുടെ 2 യുദ്ധക്കപ്പലുകൾ അടുത്ത് കഴിഞ്ഞു. അമേരിക്കയോടും ഇസ്രായേലിനോടും പിടിച്ചു നിൽക്കാൻ ഈ രാജ്യങ്ങൾക്ക് സാധിക്കുകയില്ല. ഈ യുദ്ധത്തിൽ ഇസ്രായേൽ ജയിച്ചു എന്നിരിക്കും, മിക്കവാറും അവർ തന്നെ ജയിക്കും, പരാജയപ്പെടത്തില്ല. എന്നാൽ ഒരു കാര്യം സംഭവിക്കുന്നു, ലോക ജനതയുടെ മനോഭാവം ഇസ്രായേലിന് വിരോധമാകും. ശരിയാണ്, ഒരു ഭീകരവാദത്തിലൂടെയാണ് ഈ യുദ്ധം ആരംഭിച്ചത്. പക്ഷേ ഇസ്രായേൽ നടത്തുന്ന ഈ ഭീകരമായ പ്രവൃത്തികൾ ലോക ജനതയുടെ മനസ്സിനെ മാറ്റുകയാണ് എല്ലായിടങ്ങളിലും. കാലങ്ങൾ കഴിയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഉൽപ്രാവണം കഴിയണം. യഹോവയുടെ ദിവസം വരുമ്പോൾ ഈ UN പാസ്സാക്കിയത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ആവശ്യപ്പെടും. അത് ഇംപ്ലിമെന്റ് ചെയ്യാത്തപ്പോൾ, സക്കറിയ പ്രവചനം ഒന്ന് എടുത്താട്ടെ. സക്കറിയ പ്രവചനം, അവിടെ ഒരു രഹസ്യം കാണുന്നുണ്ട്. നമ്മൾ കണ്ടു, ലോക ജനതതി വരും യഹോവ താഴ്വരയിൽ. 14-ാം അധ്യായം എടുക്കുമ്പോൾ, സക്കറിയ പ്രവചനം 14-ാം അധ്യായം, ഞാൻ നിന്റെ നടുവിൽ നിന്റെ കൊള്ള വിഭാഗിപ്പാനുള്ള യഹോവയുടെ ഒരു ദിവസം. വീണ്ടും നോക്കിയ യഹോവയുടെ ദിവസം, ദ ഡേ ഓഫ് ദ ലോർഡ്. അവിടെയാണ് കീ. റാപ്ചർ കഴിയണം, യഹോവയുടെ ദിവസം. അന്ന് എന്തോ സംഭവിക്കുന്നത്? 2-ാം വാക്യം, ഞാൻ സകല ജാതികളെയും യെരുശലേമിനോട് യുദ്ധത്തിനായി കൂട്ടിവരുത്തും. ഇതല്ലേ നമ്മൾ യോവേൽ 3-ൽ വായിച്ചത്? യഹോവയുടെ ദിവസത്തിൽ യഹോശഫാത്ത് താഴ്വരയിൽ എന്റെ ജനത്തിന്റെ പ്രവാസം, എന്റെ ജനത്തിന്റെ സ്ഥിതിക്ക് മാറ്റം വരുന്ന നാളിൽ സകല ജാതികളെയും ഞാൻ കൂട്ടും. കണ്ടോ, ഇവിടെ വായിക്കുന്നത് എന്താ?
ഈ യഹോവയുടെ ദിവസം ഉൽപ്രാവണം കഴിഞ്ഞ ദൈവം ഇടപെടുന്ന ആ കാലഘട്ടത്തിൽ സകല ജാതികളെ ഞാൻ യെരൂശലേമിനോട് യുദ്ധത്തിന് കൂട്ടിവരുത്തും. അടുത്ത ഭാഗം നോക്കി, നഗരം പിടിക്കപ്പെടും, വീടുകൾ കൊള്ളയടിക്കും, സ്ത്രീകളെ വഷളാക്കും, നഗരത്തിൽ പ്രവാസത്തിലേക്ക് പോകും. ജനത്തിൽ ശേഷിപ്പുള്ളവരോ നഗരത്തിൽ നിന്ന് ഛേദിക്കപ്പെടില്ല. എന്റെ സഹോദരന്മാരെ, ഈ വാക്കിന്റെ അർത്ഥം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നഗരത്തിൽ യെരൂശലേമിന്റെ പകുതി പ്രവാസത്തിൽ പോകുമ്പോൾ പകുതി പ്രവാസത്തിൽ പോകില്ല. എന്താ കാരണം? ഇസ്രായേൽ 48 സ്വതന്ത്രമായപ്പോൾ കിഴക്കൻ യെരൂശലേം, പാതി യെരൂശലേം അവർക്കില്ല. ഈ പാതി യെരൂശലേം അവർ പിടിച്ചെടുത്തത് 67 യുദ്ധത്തിലാണ്. അവിടെയാണ് അവരുടെ വിശുദ്ധ ഭൂമി, അവിടെയാണ് ടെമ്പിൾ മൗണ്ട്. ആ പ്രദേശമാണ് UN ആവശ്യപ്പെട്ടത്. പലസ്തീൻ പറയുന്നത് ഞങ്ങളുടെ തലസ്ഥാനമായി തരണം. യെരൂശലേം നമുക്കത് ഈ പടത്തിൽ കാണാൻ ബുദ്ധിമുട്ടാണ്. ആ യെരൂശലേമിനെ രണ്ടായി, വെസ്റ്റേൺ യെരൂശലേമും ഈസ്റ്റേൺ യെരൂശലേം. ഈസ്റ്റേൺ യെരൂശലേമാണ് 67 യുദ്ധത്തിൽ പിടിച്ചെടുക്കുന്നത്. ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന സ്ഥലത്തിന്റെ അകത്ത് കയറി കിടക്കുന്ന പ്രതലമാണ് യെരൂശലേം. സകല രാജ്യങ്ങളോട് ഈ യെരൂശലേമിലാണ് നമ്മൾ കണ്ട യഹോശഫത്ത് താഴ്വര. ലോകത്തിന്റെ ലോകത്തിന്റെ സൈന്യങ്ങൾ മുഴുവൻ അവിടെ വന്ന് പോലെ യെരൂശലേമിന്റെ പാതി പിടിച്ചെടുക്കും. എന്നാൽ പാതി ഒരു യുദ്ധം നടക്കുക, ആ പട്ടണം മുഴുവൻ അങ്ങ് പിടിക്കത്തില്ല. യുവന്റെ ഈ പറഞ്ഞ ഇത് നിവർത്തിക്കണമെങ്കിൽ അവർ പറഞ്ഞ പോലെ പകുതിയെ പിടിക്കാനൊക്കെ ഉള്ളൂ. എത്രയോ നൂറ്റാണ്ട് മുമ്പ് ഇവിടെ എഴുതി വെച്ചു. എന്നാൽ ഇതൊന്ന് നോക്കിയാട്ടെ അടുത്തത്. എന്നാൽ യഹോവ, 3-ാം വാക്യം, എന്നാൽ യഹോവ പുറപ്പെട്ട് താൻ യുദ്ധ ദിവസത്തിൽ പൊരുതുപോലെ ആ ജാതികളോട് പൊരുതും. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിന് കിഴക്കുള്ള ഒലിമലയിൽ നിൽക്കും. ഒലിമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഏറ്റവും വലിയ താഴ്വരയുണ്ട്. നമ്മൾ കണ്ടു, വെട്ടുക്കിളികൾ വന്നതുപോലെ ലോകത്തിന്റെ സൈന്യങ്ങൾ അവിടോട്ട് ഇരച്ച് കയറും. ഇസ്രയേലിന്റെ യുദ്ധമല്ലാതെ ഒന്നും അവർ കാണില്ല. അവരെ കൊന്നൊടുക്കും. നമ്മള് സക്രിയാവ് തന്നെ 13-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം നോക്കിയാട്ടെ. 8-ാം വാക്യം, സക്രിയ പ്രവചനം 13-8. എന്നാൽ സർവദേശത്തിലും 2/3 ഛേദിക്കപ്പെട്ട് പ്രാണനെ വിടും, 1/3 ശേഷിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. 1/3 തീയിൽ കൂടെ കടത്തി വെള്ളി ഊതിക്കഴിക്കുന്ന പോലെ അവരെ ഊതിക്കഴിക്കും. എന്റെ സഹോദരന്മാരെ, ലോക ജനതതി വന്ന്, സൈന്യങ്ങൾ വന്ന് ഇസ്രയേലിലുള്ള 2/3 ജനത്തെ കൊന്നുകളയും. ഇന്ന് അവർ ഏതാണ്ട് 80 ലക്ഷം ജനമുണ്ട്. അതിലൊരു 70 ലക്ഷമെങ്കിലും യഹൂദന്മാരായിരിക്കും, ഏതാണ്ട് അപ്രോക്സിമേറ്റ്. അവരിൽ 2/3 കൊല്ലുക എന്ന് പറഞ്ഞ ഒന്ന് ആലോചിച്ചേ, എത്ര ആളുകളുണ്ട്? നിങ്ങളൊന്ന് കണക്കാക്കി നോക്കി. 70 ലക്ഷത്തിന്റെ 2/3 എത്രയുണ്ട്? അത്രയും ജനത്തെ കൊന്നുകള്. 1/3 മാത്രമേ ശേഷിക്കുകയുള്ളൂ. ആ 1/3 ദൈവത്തെ അറിയും, അവരുടെ മേൽ കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരും. അതാ 12-ാം അധ്യായത്തിന്റെ 9 തൊട്ടുള്ള വാക്യം. അന്ന് ഞാൻ യെരൂശലേമിന്റെ നേരെ വരുന്ന സകല ജാതികളെയും ശിക്ഷിക്കാനുള്ള ശിക്ഷയാവത്. 10-ാം വാക്യം, ദാവീദിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വിലപിക്കും. യേശു ക്രിസ്തു വരുന്ന സന്ദർഭം കണ്ടോ? ഈ ലോക ജനതയെ വന്ന് അവരെ പിടിക്കാൻ ശ്രമിക്കുന്ന യുവന്റെ ഈ തീരുമാനം അനുസരിച്ച് പകുതി യെരൂശലേം പിടിക്കും, സ്ത്രീകളെ വഷളാക്കും, 2/3 ജനത്തെ കൊന്നുകളയും, 1/3 ശേഷിക്കും. അവരുടെ മേൽ കൃപയുടെയും യാചനയുടെ ആത്മാവിനെ പകരും. അവർ കുത്തിവെങ്കിലേക്ക് നോക്കും. യേശു ക്രിസ്തു അവർക്ക് വേണ്ടി മടങ്ങി വരും. അവന്റെ കാൽ ഒലിമലയിൽ നിൽക്കും. ഒരിക്കൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ ശത്രു അവരെ വളഞ്ഞു. അവരുടെ മുന്നിൽ ചെങ്കടലല്ലാതെ വേറെയൊന്നുമില്ല. അവരുയരത്തിലേക്ക് നോക്കിയപ്പോൾ ആ ചെങ്കടൽ 2ആയി കീറിക്കൊടുത്തു മറുകര കയറുവാൻ.
ഇനിയും ലോക ജനതയിൽ വന്നവരെ വളയുമ്പോൾ, അവരിലേറിയ പങ്കിനെ കൊല്ലുമ്പോൾ ദൈവം ഭൂമിയെ രണ്ടായി പിളർന്നു കൊടുക്കും. ഒലിമല രണ്ടായി പിളർന്നു. ഒലിമലയുടെ അടിയിൽ വിള്ളൽ വീണിട്ടുണ്ട്. ഏത് സന്ദർഭത്തിലും അത് രണ്ടായി പിളർന്നു പോകാം. എന്നാൽ ഇന്ന് ഞാൻ ഈ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ട നിങ്ങളോട് പറയട്ടെ, ഇന്നത്തെ യുദ്ധം നമ്മൾ ഓർത്തതുപോലെ പുടിൻ പറഞ്ഞ വാക്ക് പ്രത്യാൽ ശ്രദ്ധിക്കുക. ഇതിന്റെ എല്ലാം അടിസ്ഥാനമായ കാരണം UN പാസാക്കിയ, UN സെക്യൂരിറ്റി കൗൺസിൽ പാസാക്കിയ ആ നിബന്ധന ഒരു പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാൻ ഉണ്ടാക്കാത്തതാണ് റൂട്ട് പ്രോബ്ലം. നാം എത്രത്തോളം കാര്യങ്ങളോട് അടുത്തു. ഉൽപ്രാവണത്താൽ നാം മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ യഹോവയുടെ ദിവസം വരും. യഹോവയുടെ ദിവസത്തിൽ നടക്കുന്നതാണ് നമ്മൾ വായിച്ചത്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നാം അതിനെ വിലയിരുത്തി ഗ്രഹിച്ച് ദൈവത്തിന്റെ മഹത്വത്തിനായി ഓരോ ദിവസവും ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവന്റെ വലിയ നാമം മഹത്വം.